ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് പറയുന്നത് കേൾക്കാതെ വേറെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടതുകൊണ്ട് ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ ആഗോള വ്യാപകമായ സഭ എക്കാലവും അനുഭവിച്ചിട്ടുണ്ട്. നമ്മളോടുള്ള ശക്തമായ 2022 ആണ്ടിൽ ശക്തമായ ദൂത്, ഈയൊരു തീം അങ്ങനെ തന്നെ കണ്ടെടുക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്ത് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ നന്ദി അറിയിക്കുകയും, വളരെ ഗൗരവമാണ് ആത്മാവ് പറയുന്നത് കേൾക്കുക എന്നുള്ളത്. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകയാൽ ഒളിച്ചിരിക്കുന്നു. അപ്പോൾ തോട്ടത്തിൽ കേൾക്കേണ്ടത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ മനസ്സിലായവർ എത്ര പേരുണ്ട്? തോട്ടത്തിൽ കമ്മിറ്റിയുടെ ശബ്ദം കേട്ടിട്ട്, എക്സിക്യൂട്ടീവിൻ്റെ ശബ്ദം കേട്ടിട്ട് ഞാൻ അമ്പരന്ന് പോയെന്നല്ല വാക്യം. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട്. ഇന്ന് തോട്ടത്തിൽ ശബ്ദം ഒത്തിരിയുണ്ട്, പക്ഷേ കർത്താവിൻ്റെ ശബ്ദമല്ല കേൾക്കുന്നത്. ഒടിയുന്നു, തകരുന്നു, ഇടുത്തെറിയുന്നു, തല്ലിപ്പൊട്ടിക്കുന്നു, ഇതൊക്കെയുള്ള ശബ്ദങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ നിന്റെ ശബ്ദം കേട്ടപ്പം എനിക്ക് മനസ്സിലായി ഞാൻ നഗ്നനാണെന്നുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ ഒളിച്ചു. ആത്മാവ് സഭകളോട് പറയുന്നത് കേൾക്കേണ്ടതുപോലെ കേൾക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതി എന്താണെന്ന് നമ്മൾ മനസ്സിലാവും. ധാർഷ്ട്യവും ധിക്കാരവും താൻ പോരുമയും അഹങ്കാരവും ഒക്കെയായി മുൻപോട്ട് പോവുകയും, കൈമോശം വന്ന വിധേയത്വം, വിനയം, എളിമ, താഴ്മ, സൗമ്യത, ശാന്തത, വിധേയത്വം ആദിയായത് നമുക്ക് കൈമോശം വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള പരമാർത്ഥം പ്രസംഗമധ്യേ ഒരു ദൈവദാസൻ വിരൽ ചൂണ്ടി പറഞ്ഞാൽ അദ്ദേഹത്തെ അങ്ങ് ഉഗാണ്ടയിലോട്ട് സ്ഥലം മാറ്റാൻ പിന്നണിയിൽ പ്രവർത്തനം ഉണ്ടാവും. അതുകൊണ്ട് വേറെ ആരും പറയുന്നില്ല, ദൈവാത്മാവ് നമ്മളോട് പറയുക എന്തൊക്കെയോ കുഴപ്പമുണ്ട്. അത് ഈ കൺവെൻഷനോടെ നമുക്കൊന്ന് തിരികെ പ്രാപിച്ചെടുക്കാൻ കഴിഞ്ഞാൽ, ഒന്ന് അരികുരച്ച് ശുദ്ധീകരിക്കപ്പെടാനിടയായാൽ പുനരാഗമിക്കുന്നവനോടൊപ്പം സമാഗമിപ്പാൻ അത് കാരണമായി തീരും. പ്രത്യാശയുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി. പ്രിയരെ, ഞാൻ മുഖവരെയൊന്നുമില്ലാതെ, പ്രസംഗശാസ്ത്രപ്രകാരം അത് തെറ്റാണെന്ന് എനിക്കറിയാം. പ്രസംഗശാസ്ത്രം പഠിപ്പിക്കുകയും അങ്ങനെ പ്രസംഗത്തെ നന്നായി വിലയിരുത്തുകയൊക്കെ ചെയ്യുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. എൻ്റെ കുഞ്ഞനുജൻ, ഞാൻ വളരെ സ്നേഹിക്കുന്ന പ്രിയ സ്റ്റാൻലി, നമ്മുടെ ഇടയിൽ വെച്ച് ഏറ്റവും ഉന്നത വിദ്യാഭ്യാസത്തിലേക്കൊക്കെ ദൈവം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പ്രസംഗമൊക്കെ ചെയ്തു വെച്ചാൽ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കൈത്തരാൻ കരുത്തുള്ള ഒരാളാണ്. അപ്പോൾ അവരൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു മുഖവരെയൊന്നും ഇല്ലാതെ പ്രസംഗത്തിലോട്ട് കയറിപ്പോകാൻ പോലും പറ്റത്തില്ല. പക്ഷേ ഇന്ന് രാത്രി അറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പാതകം ചെയ്യുക, പൊറുക്കണം മോനെ, അല്ലാതെ നേരമില്ല. പ്രൈസ് ദി ലോർഡ്. ദേ ശ്രദ്ധിക്കുക, എഫെസ് ലേഖനം ലേഖനങ്ങളുടെ രാജ്ഞിയാണ്. 21 ലേഖനങ്ങളിൽ വെച്ച് ലേഖനങ്ങളുടെ രാജ്ഞി എന്ന് വിളിപ്പേരുള്ളത് എഫെസ് ലേഖനത്തിനാണ്. കറചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാതെ പ്രത്യക്ഷനാകാൻ പോകുന്ന കർത്താവിനോടൊപ്പം സമാഗമിപ്പാൻ തന്നെത്താൻ സൂക്ഷിച്ച്, അങ്ങനെ ഈ ലോകത്തിൽ ലോകക്കാരൻ അല്ലാതെ, ഈ ജഡത്തിൽ ജഡപ്രകാരമല്ലാതെ, നിരവധി കോടാനുകൂടി ദൈവങ്ങളുണ്ടെങ്കിലും അവയോടൊന്നും ഒരു പറ്റുമാനവുമില്ലാതെ ഏകസത്യ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പെങ്കൊച്ചുണ്ട് ലോകത്തിൽ. പേര് എക്ലീഷ്യ എന്നാണ്. അറിയാമോ അവളെ? പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവസഭ. പ്രൈസ് ദി ലോർഡ്. ആ ദൈവസഭയുടെ ഉദാത്തമായ, ഉന്നതമായ, ഉത്കൃഷ്ടമായ സ്വഭാവ മഹിമകൾ, ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം, പരിശുദ്ധ തൃത്വവുമായിട്ടുള്ള ആന്തരിക രമ്യത, ഇതെല്ലാം കൂടി ഒരുമിച്ച് വിശദീകരിക്കുന്ന ഗംഭീരമായ ഒരു ലേഖനമാണ് എഫെസ് ലേഖനം. അതുകൊണ്ട് തന്നെയാണ് എഫെസ് ലേഖനത്തെ ലേഖനങ്ങളുടെ റാണി അഥവാ രാജ്ഞി, ദ ക്യൂൻ ഓഫ് ദ എപ്പിസ്റ്റൽസ് എന്ന് വിളിക്കുന്നത്. 6 അധ്യായമാണുള്ളത്. 6 അധ്യായത്തിലും ദൈവസഭയെക്കുറിച്ചുള്ള ഉജ്ജ്വലമായ, ഞാൻ എൻ്റെ സഭയെ പണിയും, ആ സഭ എന്താണ് എന്ന് 6 വിചിത്ര വിശേഷങ്ങളിലൂടെ നമുക്ക് നൽകി തരികയോ. 1-ാം അധ്യായത്തിൽ പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ് ദൈവത്തിൻ്റെ സഭ. 2-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ നിവാസമാണ്. 3-ാം അധ്യായത്തിൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ മർമ്മമാണ് ദൈവസഭ. 4-ാം അധ്യായത്തിൽ സത്യത്തിൻ്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പൊതു മനുഷ്യനാണ് സഭ. 5-ാം അധ്യായത്തിൽ നിർമ്മല കന്യകയാണ് സഭ. 6-ാം അധ്യായത്തിൽ പോർക്കളത്തിൽ ജയാളിയായ പടയാളിയാണ് സഭ. പ്രൈസ് ദി ലോർഡ്. ഈ സഭ എന്ന് പറഞ്ഞാൽ നമ്മളുമായി ബന്ധമില്ലെന്നല്ല, നമ്മുടെ കാര്യമായി പറഞ്ഞ്, അതുകൊണ്ട് സ്വോത്രം പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മളെക്കുറിച്ചുള്ള 6 വിശേഷ വിധിയായ മഹത്വരമായ 6 ആശയങ്ങൾ, അങ്ങനെ അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിശകലനമാണ് എഫെസ് ലേഖനം 6 അധ്യായങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ മഹത്വം വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. മോശയാണല്ലോ പുസ്തകത്തിൻ്റെ ആദ്യത്തെ എഴുത്തുകാരൻ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, 5 വിശിഷ്ട ഗ്രന്ഥങ്ങൾ എഴുതി ശ്രേഷ്ഠനായ മോശ. പക്ഷേ മോശ കണ്ട വെളിപ്പാടിനും അപ്പുറത്തേക്ക് എത്തി നോക്കി കാണാൻ പൗലോസ് എന്ന് പറയുന്ന മഹാത്യാഗി വര്യനായ, സുവിശേഷ ഘോഷണത്തിന് വേണ്ടി സുഖഭോഗമാന അഭിമാനാദികളെല്ലാം പിടിഞ്ഞിട്ട് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ക്രിസ്തു പരിജ്ഞാനത്തിൻ്റെ അതിശ്രേഷ്ഠമായ നിലവാരത്തിൽ ശോഭിക്കുന്ന മഹാമനുഷ്യൻ,
അദ്ദേഹം മോശ കണ്ടതിലും അപ്പുറത്തേക്ക് എത്തി നോക്കി കാണുകയാണ്. അതാണ് എഫെസ്യ ലേഖനത്തിൻ്റെ പ്രത്യേകത. ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. മോശ പുസ്തകം എഴുതി തുടങ്ങുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും എന്ന് പറഞ്ഞാൽ തുടങ്ങുക. അപ്പോൾ ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെട്ടത് മുതലാണ് മോശയ്ക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിന് വെളിയിലിറങ്ങി നിന്നുകൊണ്ട് പൗലോസ് പറയുകയാണ്, ആദിയിൽ ആകാശവും ഭൂമിയുമല്ല, അതിനു മുൻപേ എൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു എന്നുള്ളതാണ്. അതാണ് പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാട്, പുതിയ നിയമത്തിൻ്റെ ദർശനം. അത് അപ്പോൾ ദൈവസഭയെ തെരഞ്ഞെടുത്തത് ഈ അടുത്ത കാലത്തൊന്നുമല്ല. കൺവെൻഷൻ 50-ാം വാർഷികമൊക്കെ ആയിരിക്കാം, പക്ഷേ നമ്മുടെ തെരഞ്ഞെടുപ്പ് 50 അല്ല, 50,000 അല്ല. അതിനൊക്കെ എത്രയോ നാളുകൾക്ക് മുൻപെയാണ് എന്നെയും നിങ്ങളെയും കർത്താവ് തെരഞ്ഞെടുത്തത്. പ്രൈസ് ദി ലോർഡ്. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് വേണ്ടി തെരഞ്ഞെടുത്തിട്ട് നമ്മെ ദൈവത്തിൻ്റെ നിവാസമാക്കിയിട്ട് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവശക്തി, മേൽ പകർന്ന ശക്തി നമ്മുടെ അകത്ത് വ്യാപരിച്ചിട്ട് ആ വ്യാപരിച്ച ശക്തി നമ്മുടെ ഇടയിലൂടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഈ നമ്മൾ കൂടെ കേൾക്കുന്നത് മേൽ വ്യാപരിക്കുന്ന ശക്തി, മേൽ വ്യാപരിക്കുന്ന ശക്തി എന്ന്. പഴയ നിയമത്തിലെ ഈ മേൽ വ്യാപരിച്ച ശക്തി നമ്മുടെ മറ്റൊരു കൺവെൻഷൻ ഞാനത് പ്രസംഗിച്ചെന്ന് തോന്നുന്നു. മേൽ വ്യാപരിച്ച ദൈവശക്തി അത് പഴയ നിയമത്തിലെ ഇടപാടാണ്. ശൗലിൻ്റെ മേൽ, ദാവീദിൻ്റെ മേൽ, ശിംശോൻ്റെ മേൽ ഒക്കെ വന്ന ദൈവശക്തി അതൊക്കെ അവർ കൊണ്ടുവന്ന് അവിടെ ഇവിടങ്ങളിൽ കളഞ്ഞു കുളിച്ച് നാശമാക്കി. മനസ്സിലായോ? പക്ഷേ അതുകൊണ്ട് കർത്താവ് യെഹെസ്കേൽ പ്രവചനം 36:27 പറയുക, ഇനി ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. അങ്ങനെ ഉള്ളിൽ ആത്മാവിനെ ലഭിക്കപ്പെട്ട ജനതയാ ദൈവസഭ. എത്ര പേർക്ക് മനസ്സിലായി? പ്രൈസ് ദി ലോർഡ്. കീബോർഡിൻ്റെ താളം ഉയരുമ്പോൾ, ഋതംപാടിൻ്റെ ഉച്ചസ്ഥായിലേക്കുള്ള അതിൻ്റെ നാദം ഉയരുമ്പോൾ, ഞാനീ പറഞ്ഞ വാദ്യോപകരണങ്ങൾ മികച്ച നിലയിൽ മീട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉന്മാദമല്ല ദൈവസഭയുടെ ഉണർവ്. നമ്മിൽ സ്ഥായിയായി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വല്ലഭത്വമാണ് നമ്മെ ഉണർവിലേക്ക് കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അകത്ത് ആത്മശക്തി ഉണ്ടെന്ന് ബോധ്യമുള്ളവർ എത്ര പേരുണ്ട്? ഇത് മേൽ വ്യാപരിക്കുന്നത് മാത്രമല്ല, അകത്ത് അധിവാസം ചെയ്യുന്നതാണ്. അപ്പൊ താളവും മേളവും ഒന്നും ഇല്ലെങ്കിലും നമ്മൾ എന്തോ ചെയ്യും? എത്ര പേർക്ക് ഉറപ്പുണ്ട് ആരാധിക്കുമെന്നുള്ളത്? ആരാധനയും കഴിഞ്ഞ് കരഞ്ഞു കലങ്ങിയ കണ്ണ്, മരണ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെ ഒരു ആൻറ്റി വരിക. അപ്പോൾ വഴിയിൽ വേറൊരു ആൻറ്റി അവരുടെ സഭയിൽ ആരാധനയും കഴിഞ്ഞ് വലിയ സന്തോഷത്തോടെ അവിടെ പാടിയ പാട്ട് അതേപോലെ പാടി ഇങ്ങനെ സന്തോഷിച്ച് വരുമ്പോൾ ഈ ആൻറ്റി മരണ വീട്ടിൽ നിന്ന് വരുന്ന പോലെ വരിക, വലിയ നഷ്ടബോധത്തോടെ. അപ്പോൾ ആൻറ്റി ചോദിച്ചു, അയ്യോ എന്നാ പറ്റി? മുഖത്ത് വല്ലാത്തൊരു വിഷമം പോലെ. ആരാധനയ്ക്ക് പോയില്ലേ? പിന്നെ ആരാധന കഴിഞ്ഞ് വരിക അല്ല, എന്നിട്ടൊരു സന്തോഷമില്ലല്ലോ. അപ്പോൾ ആൻറ്റിയുടെ പറച്ചില് മറുപടി, എന്നാ പറയാൻ, ഇന്നത്തെ ആരാധന ഒരു ഉണർവും ഇല്ലായിരുന്നു. അയ്യോ അതെന്നാ പറ്റി? നിങ്ങളുടെ പാസ്റ്റർ മിടുക്കനാണല്ലോ, പിന്നെ എന്നാ പറ്റി? ഈ പാസ്റ്ററുടെ കുഴപ്പം കൊണ്ടല്ല, ആ കീബോർഡ് വായിക്കുന്ന ബ്രദർ വന്നില്ലെന്നേ. കണ്ടോ? അപ്പം കീബോർഡ് വായിക്കുന്ന ബ്രദർ വന്നില്ലെങ്കിൽ, ബ്രദർ ക്ഷമിക്കണേ, കീബോർഡ് വായിക്കുന്ന ബ്രദർ വന്നില്ലെങ്കിൽ ആരാധനയിൽ എന്തോ ഇല്ല, ഉണർവില്ല. അപ്പം മറ്റേ ആൻറ്റി ആശ്വസിപ്പിച്ചു. അവർ നല്ല പ്രാഗൽഭ്യത്തോടെ വരും. അവർ സാരമില്ല, ചേർത്ത് നിർത്തിയിട്ട് പറ, സാരമില്ല, എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും പയ്യൻ, അടുത്ത ആഴ്ച വരും, അപ്പോൾ ഒന്നുകൂടെ അത് സന്തോഷമായിക്കോളും, ധൈര്യമായിട്ട് പോയാട്ടെ, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറഞ്ഞു വിട്ടു. പിറ്റേ ആഴ്ച ഞായറാഴ്ച ഇതേ സ്ഥലത്ത് വെച്ച് പിന്നെയും കണ്ടുമുട്ടി. അപ്പോഴും ഈ മുഖം ഇങ്ങനെ വാടിയിരിക്കുക. അയ്യോ ഈ ആഴ്ച പയ്യൻ വന്നില്ലയോ ആൻറ്റി എന്ന് ചോദിച്ചു. ഓ അവൻ വന്നു, അവനെ കഴിഞ്ഞ ആഴ്ച വരാഞ്ഞതുകൊണ്ട് ഈ ആഴ്ച നേരത്തെ വന്നു. പിന്നെ എന്നാ പറ്റി? കറണ്ട് ഇല്ലായിരുന്നു. ഇപ്പം കീബോർഡ് വായിക്കുന്ന പയ്യൻ വന്നാലും പോരാ, എന്തോ വേണം? ഇതെല്ലാം കൂടെ ഒത്തുകൂടുമ്പോഴാണ് നമുക്ക് ഉണർവുണ്ടാകുന്നതെങ്കിൽ ആ ഉണർവിനെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. രക്ഷാനിർണയം പ്രാപിച്ച് ദൈവകൃപയിൽ നിൽക്കുന്ന, സ്നാനപ്പെട്ടതുകൊണ്ട് മാത്രമായില്ല, സ്നാനാനന്തര ജീവിതം അതിൻ്റെ തനിമയോടെ നയിക്കുന്ന, നമ്മുടെ ഉൾത്തടത്തിൽ അധിവാസം ചെയ്യുന്ന പരിശുദ്ധയാത്മാവിനെ ഈ കാലങ്ങളിലൂടെയുള്ള പ്രയാണത്തിൽ വിട്ടുകളഞ്ഞിട്ടില്ലെങ്കിൽ, ഒരു കൈത്താളം പോലും ഇല്ലെങ്കിലും ഒറ്റക്കിടപ്പ് കിടന്നാലും നീ ദൈവത്തെ ആരാധിപ്പാനിടയാകും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. കൺവെൻഷൻ കഴിഞ്ഞ് പോകുമ്പോൾ അത് കൂടുതൽ പ്രാപിച്ചെടുത്തുകൊണ്ട് പൊക്കോണം, കൂടുതൽ പ്രാപിക്കണം. അപ്പം നമ്മുടെ മേൽ വ്യാപരിക്കുന്ന, നമ്മുടെ ഉള്ളിൽ നിറയുന്നു. ഉള്ളിൽ നിറഞ്ഞിട്ട് എന്തോ ചെയ്യുന്നു? അത് നമ്മുടെ ഇടയിലൂടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഇടയിലുണ്ടെന്നൊരു വാക്യം കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഇടയിലുണ്ട്. അപ്പം മേൽ വന്നു, അത് നമ്മുടെ ഉള്ളിലേക്ക് വന്നു. ഉള്ളിൽ നിറഞ്ഞിട്ട് അത് എവിടെ ഒഴുകുന്നു? ഇടയിലൂടെ. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം 5-ാം വാക്യമാണ്. വാക്യം വായിപ്പിക്കാൻ നേരമില്ല, കുറിച്ചുകൊള്ളണം, മനസ്സിൽ കരുതിക്കൊള്ളണം. ഹഗ്ഗായി 2:5. ഹഗ്ഗായി എവിടെ താമസിക്കുന്നതെന്നൊക്കെ അറിയാവോ? ഹഗ്ഗായിയുമായിട്ടൊന്നും ചിലർക്ക് ഒരു ബന്ധവുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹഗ്ഗായി പ്രവചനം 2:5 അങ്ങനെ ഒരു വാക്യമുണ്ട്, എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നുവല്ലോ. എത്ര പേർക്ക് ഉറപ്പുണ്ട് ആത്മാവ് ഇടയിലാണ്? 2 പാസ്റ്റർമാരുടെ ഇടയിൽ ആത്മാവ് വസിച്ചാൽ മതി, അവർ തമ്മിൽ പാര വയ്ക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ?
അമ്മാവിയമ്മയുടെ മരുമകളുടെ ഇടയിൽ ആത്മാവ് വസിച്ചാൽ മതി, ഒരു പോരിന് സാധ്യതയില്ല. നാത്തൂൻ്റെ ഇടയിൽ ആത്മാവ് വസിച്ചാൽ മതി, ഒരു പോരാട്ടം ഉണ്ടാകത്തില്ല. അളിയൻ്റെ ഇടയിൽ ആത്മാവ് വസിച്ചാൽ മതി, പ്രശ്നമൊന്നുമില്ല. ഒരു സഭയ്ക്കും അടുത്ത സഭയ്ക്കും ഇടയിൽ ആത്മാവ് വസിക്കണം. വിശ്വാസിക്കും ഇടയിൽ ആത്മാവ് വസിച്ചാൽ പോരാട്ടം ഇല്ല. അപ്പം നമ്മുടെ ഈ കസേര കളി, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുത്തിത്തിരിപ്പും ബഹളത്തിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം എന്താണെന്നറിയാമോ? ആത്മാവ് ഇടയ്ക്കില്ലെന്നുള്ളതാണ്. അളിയനും മച്ചാനും മച്ചമ്പി ഉപ്പാപ്പനും കൊച്ചപ്പനും ഒക്കെയാണ് സഭയ്ക്കകത്ത് ബന്ധങ്ങൾ. പക്ഷേ ആ ബന്ധത്തെക്കാൾ അപ്പുറം നമ്മെ ചേർത്ത് നിർത്തുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ്. അതാണ് ദൈവസഭയുടെ ഏറ്റവും വലിയ മഹത്വം. ബോധ്യമാകുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ജീവനുള്ള കല്ലായി അവൻ്റെ അടുക്കൽ വന്നിട്ട് നമ്മളെയും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി എന്തോ ചെയ്യുന്നു? ചേർത്ത് പണിത് വരുന്നു. അപ്പോൾ ജീവനുള്ള കല്ല് കർത്താവാണ്. ആ കർത്താവിൻ്റെ അരികിലേക്ക് നമ്മളെയും കല്ലുകൾ ആയി ചേർത്ത് പണിയുകയാണ്. കല്ല് കെട്ടുന്ന കണ്ടിട്ടുണ്ടോ? കട്ട കെട്ടുന്ന കണ്ടിട്ടുണ്ടോ? ചുമ്മാ അടുക്കി കയറി പോവുകയല്ല. രണ്ട് കല്ല് എവിടൊക്കെ തമ്മിൽ യോജിക്കുന്നുണ്ടോ അവിടെ സിമെൻ്റ് ഇടുന്നുണ്ട്. കണ്ടിട്ടുണ്ടോ? സിമെൻ്റ് ഇട്ട് കരണ്ടിക്ക് കുത്തി ഇറക്കി തമ്മിൽ യോജിപ്പിച്ചാണ്. അതാണ് ജീവനുള്ള കല്ലുകളുടെ ഇടയിൽ ആത്മാവെന്ന ചാന്ത് വീഴണം. ആത്മാവെന്ന ചാന്ത് ഇല്ലാതിരുന്നാൽ തമ്മിൽ വിടവുണ്ടാവും. മനസ്സിലായോ? ആ വിടവിനകത്ത് വല്ല ഇരട്ടവാലിയൊക്കെ കയറിയിരുന്നാൽ അറിയാതെ കുത്തും. മനസ്സിലാകുന്നുണ്ടോ? വല്ലാത്ത അപകടമാണ്. മാത്രമല്ല ഇതിന് ഉറപ്പുമില്ലാതെ വരും. അടുത്ത കാറ്റ് ഇതെല്ലാം കൂടെ അടപടലെ തറയിൽ പോകാനിടയാകും. പക്ഷേ ചാന്തിട്ട് കറക്റ്റായിട്ട് കുത്തി ഉറപ്പിച്ച് ഈ കല്ലുകളെ ചേർത്ത് വെച്ചതാണെങ്കിൽ 50 പുനരാഗമനം വരെ ദൈവസഭ മുൻപോട്ട് പോകും. ശിഥിലമാകാതെ തകർത്തു കളയുമെന്ന് വാദമുന്നയിക്കുന്ന പൈശാചിക പോരുകളുടെ മുൻപിൽ ഞങ്ങൾ കൈയോട് കൈ കോർത്തു പിടിച്ച് തോളോട് തോൾ ചേർന്ന് നിന്ന് നിലകൊള്ളുമെന്ന് പറയാൻ കഴിയുന്നവർ അക്കാരം അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. തളർത്താൻ പറ്റില്ല, ഒതുക്കാനും ഓടിക്കാനും പറ്റില്ല. കാരണം അത്രയ്ക്ക് ശക്തിമത്തായ ഒരു പണിയാണ് ഇതിനകത്തുള്ളത്. പ്രൈസ് ദി ലോർഡ്. വേദോസം കൊണ്ടുവരാത്തവരും വാച്ചിങ് കെട്ടി വന്നിട്ടുണ്ട് ഇന്ന് രാത്രി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒത്തിരി കാര്യമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ വാക്യത്തിലേക്ക് പ്രവേശിച്ചിട്ട് 4 കാര്യങ്ങളെ പറയാം. നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ ആളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ എന്തോ ചെയ്യണം? അറിയണം. എഫേസ്യ ലേഖനത്തിൽ പൗലോസിന്റെ 2 പ്രാർത്ഥനകളുണ്ട്. ശ്രദ്ധിക്കണം. എഫേസ്യ ലേഖനത്തിൽ പൗലോസിന്റെ 2 പ്രാർത്ഥനകൾ, 1:14 മുതൽ 1:15 മുതൽ 19 വരെ. ഓക്കെ, ശ്രദ്ധിച്ചോണം. റെഫറൻസ് ഞാൻ വായിപ്പിക്കുന്നൊന്നുമില്ല. എഫേസ്യ ലേഖനം 1:15 മുതൽ 19 വരെ ഒരു പ്രാർത്ഥന, 3-ാം അധ്യായം 14 മുതൽ 19 വരെ മറ്റൊരു പ്രാർത്ഥന. ഓക്കെ, 2 പ്രാർത്ഥനകൾ, 2 അധ്യായങ്ങൾ, 1-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും. ഓക്കെ, ഇനി ഞാൻ ഇങ്ങനെ പറയാം. 1-ാം അധ്യായത്തിലെ പ്രാർത്ഥന ഹൃദയദൃഷ്ടിയുടെ പ്രകാശനത്തിന് വേണ്ടിയാണ്. 3-ാം അധ്യായത്തിലെ പ്രാർത്ഥന അകത്ത മനുഷ്യന്റെ ശാക്തീകരണത്തിന് വേണ്ടിയാണ്. 2 കാര്യം മനസ്സിലായോ? ഓക്കെ, സഹോദരി വൃന്ദത്തിന് മനസ്സിലായോ? കുഞ്ഞുങ്ങൾക്കൊക്കെ മനസ്സിലായി, യൂത്ത്സിന് മനസ്സിലായി, യുവചേതനയ്ക്ക് മനസ്സിലാകണം. 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, ഹൃദയദൃഷ്ടി എന്തോ ചെയ്യണം? പ്രകാശിക്കണം. 2-ാമത്തെ പ്രാർത്ഥനയുടെ പ്രമേയം എന്താ? അകത്ത മനുഷ്യന്റെ ശാക്തീകരണം. 2 പദങ്ങളായി ഏറ്റെടുത്തോണം. 1, പ്രകാശനം പ്രാപിക്കുക. 2, ശാക്തീകരണം പ്രാപിക്കുക. ഇത് 2 ഉണ്ടെങ്കിൽ മോനെ നീ പിന്നിലല്ല, നീ എല്ലാറ്റിനും മുൻപിൽ തന്നെയായിരിക്കും. 2 കാര്യങ്ങളെ നീ നേടിയെടുത്താൽ ശുശ്രൂഷയിൽ ആർക്കും നിന്നെ കവച്ചു വെക്കാൻ പറ്റില്ല. ഏറ്റവും ശ്രേഷ്ഠമായി ഉന്നപ്പഴക്കാത്ത ഉപകരണമായി കർത്താവ് ഉപയോഗിക്കാനിടയായിത്തീരും. ഹൃദയദൃഷ്ടിയുടെ പ്രകാശനവും അകത്ത മനുഷ്യന്റെ ശാക്തീകരണവും കൺവെൻഷനിലൂടെ പ്രാപിച്ചെടുത്തേ പോകാവൂ. 50-ാമത് വർഷ കൺവെൻഷനിൽ ഈ 2 പ്രധാന കാര്യങ്ങൾ പ്രാപിക്കണമെന്ന് ശുപാർശ ചെയ്ത് ആ കാര്യം അങ്ങ് വിടുകയാണ്. നമ്മൾ വ്യാപരിക്കുന്ന ആ പദം എനിക്കിഷ്ടമാണ്. വ്യാപാരം. നമുക്കറിയാവുന്ന വ്യാപാരം വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നൊക്കെ ഉള്ളതാണ്. ആ വ്യാപാരമല്ല, കച്ചവടമല്ല, ബിസിനസ് അല്ല ഇവിടെ പറയുന്നത്. പിന്നെന്താണ് ഇവിടെ വ്യാപാരം? അതിൻ്റെ റൂട്ട് വേർഡ് എനർജിയോ എന്നൊരു പദമാണ്. എനർജിയോ എന്ന് പറഞ്ഞാൽ ചാർജിങ് എന്നതാണ്. ഇംഗ്ലീഷിൽ അതിന് ചാർജിങ് എന്നാണ് പറയുക. അപ്പം നമ്മിലേക്ക് ചാർജ് ചെയ്യാവുന്ന പലതും ചിലതുമുണ്ട്. ആ ചാർജ് ഏതൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കിയിട്ട് നമ്മിലേക്ക് വ്യാപരിപ്പിക്കപ്പെടേണ്ടതിനെ മാത്രം തിരിച്ചറിഞ്ഞ് അതകത്ത് വരാൻ നാം അനുവദിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. യൂത്ത്സ് ഒത്തിരി ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ തനിമയാർന്ന ആത്മീയതയുടെ വഴിത്താരയിൽ പ്രകാശം, ആത്മീയതയുടെ വെളിച്ചം വീഴുവാൻ ഞാൻ ആ ചിന്ത ഒന്ന് പറഞ്ഞു തരാം. ശ്രദ്ധിച്ച് കേട്ടോണം.
റോമാലേഖനം 7-ാം അധ്യായം 5-ാമത് വാക്യം. നമ്മുടെ ശരീരത്തിൽ വ്യാപരിക്കുന്ന പാപരാഗങ്ങൾ കണ്ടോ, പാപരാഗം നമ്മുടെ ശരീരത്തിൽ വാഴാൻ അനുവദിക്കരുത്. പാപരാഗത്തിൻ്റെ വിചാര വികാര വിക്ഷോഭങ്ങൾ നമ്മുടെ ഇന്ദ്രിയ വ്യവസ്ഥിതികളിലേക്ക് വാഴാൻ അനുവദിക്കരുത്. അരുതരുതാത്തത് കാണാനും കേൾക്കാനും തൊടാനും പിടിക്കാനും എടുക്കാനും കഴിക്കാനും കുടിക്കാനും മുട്ടാനും തട്ടാനും ഉരുമാനും ഒരയാനും ഒന്നും നിന്റെ ശരീരത്തെ വിട്ടുകൊടുക്കരുത്. ഈ ശരീരത്തിൽ ഇരുട്ടിൻ്റെ അംശം ഒട്ടുമില്ലാതിരിക്കണം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നാം നമ്മുടെ ശരീരത്തെ പവിത്രമായി പരിപാവനമായി അനന്യമായി നീതിയോടെ കർത്താവിൻ്റെ ആലയമായി കാത്തുകൊള്ളണം. അപ്പോൾ ഏത് വ്യാപാരത്തെ തടയേണ്ടത്? പാപ വ്യാപാരത്തെ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാമത് വാക്യം മുതൽ വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 5-ാമത് വാക്യം വരെ ദേ കേൾക്കണം. ഒന്നുകൂടെ പറയാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിലെ പാപം എന്ന പദം ആരംഭിക്കുന്നത്, അവസാനിപ്പിക്കുന്നത് വെളിപ്പാട് പുസ്തകം 18-ന്റെ 5-ാം വാക്യമാണ്. 570 പ്രാവശ്യമാണ് പാപമെന്ന പദം വേദപുസ്തകത്തിലുടനീളമുള്ളത്. 570 പ്രാവശ്യം. ആ പാപം നമ്മുടെ ശരീരത്തിലേക്ക്, മനസ്സിലേക്ക്, മനസാക്ഷിയിലേക്ക് വ്യാപരിപ്പിക്കാതെ നാം നമ്മെ തന്നെ സൂക്ഷിച്ചേ പറ്റുകയുള്ളൂ. പഠിക്കുന്ന ഇടങ്ങൾ, പഠനകാലത്തോ ഉപരിപഠനകാലത്തോ ഉപജീവനത്തിൻ കാലത്തിലോ ഏത് പ്രായത്തിലായാലും, ദാമ്പത്യ ജീവിതത്തിലും സാമ്പത്തിക തലത്തിലും സാമൂഹിക ജീവിതത്തിലും സഭാതലത്തിലും പാപം നമ്മിലേക്ക് വരാതിരിക്കാൻ, അതിൻ്റെ വ്യാപാരം ഉണ്ടാകാതിരിക്കാൻ നാം നമ്മുടെ തന്നെ കാവൽക്കാർ ആയേ പതിയാകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. 4-ാം സങ്കീർത്തനം 7-ാം വാക്യം, നടുങ്ങുവിൻ. ബാക്കി പറ. പാപം ചെയ്യാതിരിപ്പീൻ. ശക്തമായ വാക്യമാണ്. അപ്പൊ പാപ വ്യാപാരം നമ്മിൽ വരരുത്. ഓക്കെ. രണ്ടാമത് വേറൊരു വ്യാപാരമുണ്ട്. തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സാത്താന്യ വ്യാപാരം. മനുഷ്യനെ ചതിക്കുന്ന ചില അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ പ്രവൃത്തികളുമായി സാത്താൻ്റെ വ്യാപാര ശക്തി വ്യാപരിക്കുന്നുണ്ട്. അതിൽ നമ്മൾ തകർന്നു പോകാൻ, പരാജയമടയാൻ കാരണങ്ങൾ ഏറെയാണ്. സാത്താൻ്റെ വ്യാപാര ശക്തിയെ തിരിച്ചറിയുവാൻ ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ അബദ്ധങ്ങളിലായി പോകും. അതുകൊണ്ട് പാപവ്യാപാരത്തെയും സാത്താന്യ വ്യാപാരത്തെയും നമ്മൾ അകറ്റി നിർത്തണം, ചെറുത്ത് നിൽക്കണം. എന്നിട്ട് ആത്മവ്യാപാരത്തെ ചേർത്ത് നിർത്തണം. നമ്മിലേക്ക് പരിശുദ്ധാത്മാവ് വ്യാപരിക്കേണ്ടതിന്, ഏതു സമയത്തും ആത്മവ്യാപാരം നമ്മിലേക്ക് പകർന്നിറങ്ങേണ്ടതിന് നാം നമ്മെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കാനിടയാകണം. പ്രൈസ് ദി ലോർഡ്. വ്യാപാരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് പറയാൻ വേറെ കുറേയുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. നമുക്ക് ഈ വാക്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് കേൾക്കണമെന്നാണല്ലോ നമ്മുടെ തീം. നമ്മെ കേൾപ്പിക്കുന്ന ആത്മാവിൻ്റെ ആ പ്രത്യേകത എന്താ എന്ന് വേഗം പറയാം. 1, 2, 3, 4 ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതിലൊന്നാമത്തേതാണ് ദ എക്സലൻസി പവർ. ശ്രദ്ധിച്ചു കേട്ടോണം, കുറിച്ചെടുത്തുകൊള്ളണം. സാധാരണ ശക്തിയല്ല, പിന്നെന്താണ്? ദ എക്സലൻസി പവർ. ഒന്ന് പറയാമോ? അത് എക്സലൻസി ഒന്നും ആയില്ല പറഞ്ഞിട്ട്. ശക്തമായിട്ടൊന്ന് പറഞ്ഞേ. ദ എക്സലൻസി പവർ. എബി എബ്രഹാം എന്തോ പ്രസംഗിച്ചു, കൊള്ളായിരുന്നു, നല്ല പ്രസംഗമായിരുന്നു. അല്ല, എന്തുവാനും സംഭവം, എന്തുവാന്നൊക്കെ ചോദിച്ചാൽ ഞാനത് തുടങ്ങിക്കഴിഞ്ഞാൽ ചെന്നേ. പിന്നെ കൊച്ചകിരുന്ന് ഭയങ്കര ബഹളമായിരുന്നു, അതുകൊണ്ട് മൊത്തത്തിൽ ഒന്നും കേൾക്കാൻ പറ്റിയില്ല. അങ്ങനൊന്നും പറഞ്ഞ് ഒഴിഞ്ഞു കളയരുത്. ഈ 4 കാര്യം വ്യക്തമായി, സ്പഷ്ടമായി, സ്ഫുടമായി പറയണം. നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ ഒന്നാമത്തെ സവിശേഷത അത് എക്സലൻസി പവറാണ്. എക്സലൻസി പവർ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 7-ാമത് വാക്യമാണ്. മലയാള ബൈബിളിൽ അതിന് കൊടുത്തിരിക്കുന്നത് അത്യന്ത ശക്തി. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് ബാക്കി പറ, ഞങ്ങളുടെ മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ കൊടുത്തിരിക്കുന്ന ആ പ്രയോഗം യഥാർത്ഥ മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നത് ദ എക്സലൻസി പവർ. എന്താണ് എക്സലൻസി പവർ? ദൈവമക്കളെല്ലാവരും പ്രാപിക്കണം. ദൈവസഭയിൽ മുഴുവൻ ആളുകളും പ്രാപിച്ചേ പറ്റൂ എക്സലൻസി പവർ. നമ്മൾ ചിന്തിക്കുന്ന ഈ ശക്തി എന്ന് പറഞ്ഞാൽ അന്യഭാഷ പറയാനും ശരീരം ഒന്ന് വൈബ്രേറ്റ് ചെയ്യിക്കാനും വേണ്ടി മാത്രമാണെന്ന്. അല്ലല്ല, അതിന് മാത്രം പോരാ. എക്സലൻസി പവർ ദൈവം നമ്മിലേക്ക് വ്യാപരിപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഉത്കൃഷ്ടമാനസ ജീവിതം നയിക്കാൻ വേണ്ടിയാണ്. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 6-ാമത് വാക്യം വായിക്കണം. കണ്ടോ, ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇതാ, ജീവിക്കുന്ന കാലമത്രയും ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന കാലമത്രയും ക്രിസ്തു പരിജ്ഞാനത്തോടെ നാട്ടിൽ ജീവിക്കണം. അതിനുള്ളതാണ് ദ എക്സലൻസി പവർ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒന്നുകൂടെ വാചകം ആവർത്തിക്കാം. എവിടെ ജീവിച്ചാലും എവിടെയാണ് താങ്കൾ ജീവിക്കുന്നത്? എവിടെ ജീവിച്ചാലും, പട്ടണത്തിലാണോ ഗ്രാമത്തിലാണോ കാട്ടിലാണോ മേട്ടിലാണോ, എവിടെയുമായിക്കൊള്ളട്ടെ, എവിടെ ജീവിച്ചാലും ക്രിസ്തു പരിജ്ഞാനത്തോടെ ജീവിക്കണം. അതിന് നമ്മിൽ വ്യാപരിപ്പിക്കുന്ന ശക്തിയുടെ പേരാണ് എന്തോന്ന്?
ദ എക്സലൻസി പവർ. 33 വർഷം പാർത്തലത്തിൽ ജീവിച്ചിട്ട് ആക്ഷേപമില്ലാത്ത, അപവാദമില്ലാത്ത, ഒരു വ്യക്തിക്കും ഒരു തിന്മയും പറയാനില്ലാത്ത വിധം ജനിക്കുന്നതിന് മുൻപ് വിശുദ്ധ പ്രജ എന്ന് പ്രവചിക്കപ്പെട്ട വാക്യത്തിന് അനുസാരമായി ജീവിച്ചു. ജനിച്ചു കഴിഞ്ഞ് പിതാവിൻ്റെ ശുശ്രൂഷ ജനകീയമായ നിലയിൽ ചെയ്തെടുക്കുവാൻ ഗലീലയുടെ തീരപ്രദേശങ്ങൾ, ഫലസ്തീൻ്റെ പ്രാന്തപ്രദേശങ്ങൾ, കഫർനഹൂമിൻ്റെ തെരുവീഥികളിൽ, ബേത്സൈദയിൽ, ബഥാന്യയിൽ, ബേത്ഫാഗയിൽ, ഗദരദേശത്ത്, കിദ്രോൻ തോട് കടന്ന് ആലയത്തിൻ്റെ മുറ്റത്ത്, അവിടെയും ഇവിടെയും എല്ലാം എവിടൊക്കെയായി യേശു സഞ്ചരിച്ചത്. എല്ലാവരുടെയും കൂടെ മുട്ടിത്തട്ടി ഉരുമി ഒരഞ്ഞ് നടക്കുമ്പോഴും നിങ്ങൾക്കറിയാമോ, പിതാവിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് വ്യതിചലിക്കാതെ മുൻപോട്ട് പോയി എന്ന് മാത്രമല്ല, ഒരിക്കലൊരു ചോദ്യം ചോദിച്ചു. ലോകത്തിൽ ഒരു മനുഷ്യനും ചോദിക്കാത്തൊരു ചോദ്യം: നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം? നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച്? അതാണ് എക്സലൻസി പവർ. അങ്ങനെ ജീവിക്കാൻ വേണ്ടുന്ന ശക്തിയാണ് എക്സലൻസി പവർ. അതിൻ്റെ അന്യഭാഷ പറയുന്നൊന്നും വലിയ കാര്യമൊന്നുമല്ല. പാട്ട് പാടുന്നതിനനുസരിച്ച് മണിക്കൂറുകൾ നിന്ന് തുള്ളുന്നൊന്നും വലിയ കാര്യമല്ല. നിന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്നതാണ് കാര്യം. നിന്നെ കേൾക്കുന്നവർ ക്രിസ്തുവിനെ കേൾക്കാനിടയാകണം. ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ഒരാത്മീയത, അതാണ് താനതായ പെന്തക്കോസ്ത്. പെന്തക്കോസ്ത് കാർ എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക വിഭാഗമൊന്നുമല്ല. പെന്തക്കോസ്ത് അനുഭവമാണ്. ആ അനുഭവത്തിനകത്ത് തിളക്കമാർന്ന് ശോഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ മുഖമാണ്. 2 Corinthians 5:9 ഫിലിപ്പിയ ലേഖനം 1:20 2 വാക്യങ്ങൾ ശുപാർശ ചെയ്യുന്നു. ക്രിസ്തുവിനെ പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയുക നമ്മുടെ ജീവിതത്തിലൂടെ. ഇരുട്ടിലും വെളിച്ചത്തിലും, അടച്ച മുറിയിലും പുറത്തും തുറന്ന മുറിയിലും, കൂട്ടത്തിലും ഒറ്റയ്ക്കും, ഏകാന്തമായിരുന്നാലും അല്ലാതെ കൂട്ടമായിട്ടിരുന്നാലും ആര് വെളിപ്പെടണം? നമ്മിലൂടെ ക്രിസ്തു വെളിപ്പെടണം. വാക്യം ഒന്നുകൂടെ പറയാം. 2 Corinthians 5:9 ശരീരം വിട്ടാലും ശരീരത്തിൽ ഇരുന്നാലും എനിക്ക് അവനെ എന്ത് ചെയ്യണം? പ്രസാദിപ്പിക്കണം. ഫിലിപ്പിയ ലേഖനം 1:20 ജീവനാലാകട്ടെ മരണത്താലാകട്ടെ ഇപ്പോഴും എന്ന പോലെ എപ്പോഴും ക്രിസ്തു എന്നിൽ മഹിമപ്പെടണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ദൈവസഭ കേൾക്കണേ. കൺവെൻഷനിൽ വന്നിട്ടുള്ള മുഴുവൻ പ്രിയപ്പെട്ടവൻ ശ്രദ്ധിക്കണം. ഫിലിപ്പിയ ലേഖനം 1:20 മറക്കരുത്. ആ വാക്യത്തിന്റെ തുടക്കം കേട്ടോണം. ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ, എന്തെന്നാ? ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തുവിന്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ ഇപ്പോഴും എന്ന പോലെ എപ്പോഴും എന്തോ ചെയ്യണം? വെളിപ്പെടണം. അത് മാത്രമാണ് എൻ്റെ പ്രതീക്ഷ. ഒന്നിലും ലജ്ജിച്ചു പോകാതെ എന്ന് പറഞ്ഞാൽ എൻ്റെ ആശയം എന്തോന്നൊക്കെ അറിയാവോ? ഒന്നിനും ലജ്ജിച്ചു പോകാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്വോത്രം പോലും പറയാതെ മിണ്ടോതെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ആ വാക്യത്തിൻ്റെ പൊരുൾ മനസ്സിലായി കാണത്തില്ല. ഒന്നിനും ലജ്ജിച്ചു പോകാതെ. ഒരു വ്യക്തിക്ക് ഒരു റോളല്ല, ഒത്തിരി റോളുണ്ട്, അറിയാമോ? ഒത്തിരി റോളുണ്ട്. ആ റോളുകളിൽ ഒന്നിനും ലജ്ജിച്ചു പോകരുത്. ആൻറ്റി, താങ്കളൊരു അമ്മയാണ് അല്ലേ? അമ്മയെന്ന റോളുണ്ട്. ഗുഡ്. അപ്പം തന്നെ ആ അമ്മ വേറൊരു പുരുഷൻ്റെ ഭാര്യയാണ്. ഭാര്യ എന്ന റോളുണ്ട്. ആ അമ്മ വേറൊരമ്മയുടെ മകളാണ്. മകളെന്ന റോളുണ്ട്. ഈ അമ്മ തന്നെ വേറൊരമ്മയുടെ മരുമകളാണ്. കണ്ടോ റോള് മാറുന്ന? കണ്ടോ? വേറെ കുഞ്ഞുങ്ങളുടെ ആൻറ്റിയാണ്, വേറെ ആരുടെയൊക്കെയോ അനിയത്തിയോ, വേറെ ആരുടെ ചേട്ടത്തിയോ, വേറെ ആരുടെ നാത്തൂനാണ്. അനിയത്തി എന്നൊക്കെ ഉള്ളത് അങ്ങ് സഹിക്കാം, നമുക്ക് കുഴപ്പമില്ല. ചേട്ടത്തിയെ നമുക്ക് സഹിക്കാം, നാത്തൂനെയാണ് സഹിക്കാൻ വയ്യാത്ത. നിങ്ങളുടെ അമ്മ എങ്ങനെയുണ്ട്? ഞങ്ങളുടെ അമ്മയെ പോലെ ഒരു പൊന്നമ്മ. അല്ല, ഏലിയാമ്മ എന്നല്ലേ പേര്? ഏലിയാമ്മ എന്നാ പേര്. പക്ഷേ ഞങ്ങളുടെ അമ്മയുടെ സ്വഭാവം വെച്ച് ഞങ്ങൾ പൊന്നമ്മ എന്നാണ് വിളിക്കുന്നത്. പൊന്നമ്മ എന്നാ വിളിക്കുക. നല്ല കാര്യമാണ്. ഓക്കെ. പക്ഷേ ഇത് ആരുടെ അഭിപ്രായമാണെന്നറിയോ? മക്കളുടെ അഭിപ്രായമാണ്. മരുമക്കളെ വിളിച്ച് ചോദിക്കുക, തള്ള എങ്ങനെയുണ്ട്? മോൾ എന്നാ പറഞ്ഞു? മോള് പറഞ്ഞു പൊന്നമ്മയാന്ന്. പൊന്നച്ച അവരെ പോലെ ഒരു കല്ലമ്മ വേറെ ഇല്ലെന്നാണ്, ഒരു ഉരുക്കമ്മ വേറെ ഇല്ലെന്ന. എന്താ വസ്തുത എന്നറിയാമോ? എന്താ വസ്തുത? അടിസ്ഥാനപരമായുള്ള കാരണം എന്താ? അമ്മ എന്ന റോളിൽ ഷൈൻ ചെയ്യുന്നയാൾ അമ്മാവിയമ്മ എന്ന റോളിൽ തരികട തിത്തയിന്ന് താഴെ പോയി. അനിയത്തി എന്ന റോളിൽ നന്നായി ശോഭിച്ച പുള്ളിക്കാരി നാത്തൂനായപ്പം പോരാട്ടം തുടങ്ങി. അങ്ങനെ കൊണ്ട് പറഞ്ഞു കൊടു പാസ്റ്ററെ എന്നാണ് പിതാക്കന്മാർ പറയുന്നത്. നമ്മുടെ കാര്യം ഇതൊക്കെ തന്നെയാച്ചാ. അപ്പൻ എന്ന റോളിൽ നമ്മൾ കൊള്ളാം. അമ്മാവിയപ്പനായി കഴിയുമ്പോൾ എന്നെ ഇറിറുപ്പന്ന. ചേട്ടൻ എന്ന റോളിൽ കൊള്ളാം, അനിയൻ എന്ന റോളിൽ കൊള്ളാം. അളിയനായി കഴിഞ്ഞപ്പോൾ വേറെ ഏതോ ഒരു സ്വഭാവത്തിലേക്ക് മാറി. അളിയനും അളിയനും തമ്മിൽ ഈ അളിഞ്ഞതിനെയാണോ അളിയനെന്ന് പറയുന്നത്? ചിലപ്പോൾ അങ്ങനെ തോന്നിപ്പോകാറുണ്ട്. റോള് മാറുമ്പം സ്വഭാവം മാറുകയാണ്. പൗലോസ് പറയുക, ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ എൻ്റെ മക്കളുടെ മുമ്പിൽ അവരെനിക്ക് തരുന്ന സാക്ഷ്യം തന്നെ മരുമക്കളും എനിക്ക് തരുന്നു, കൊച്ചുമക്കളും എനിക്ക് തരുന്നു, എൻ്റെ ഭർത്താവ് എനിക്ക് തരുന്നു, എൻ്റെ ഭാര്യ എനിക്ക് തരുന്നു, എൻ്റെ കുഞ്ഞുമക്കൾ എനിക്ക് തരുന്നു, എൻ്റെ മൂത്ത ഓപ്പോൾ എനിക്ക് തരുന്നു, എൻ്റെ നാട്ടുകാർ, അപ്പുറത്തെ രമണി ചേച്ചി, ഇപ്പുറത്തെ ഗോമതി ചേച്ചിയും, അതിനപ്പുറത്തെ ഫാത്തിമ ബീവിയും, അതിനപ്പുറത്തെ റഫീഖും, അതിനപ്പുറത്തെ അബ്ദുൾ റഹ്മാനും, പെന്തക്കോസിലെ പാപ്പച്ചനും കറിയാച്ചനും അന്നമ്മയും ചിന്നമ്മയും ജോജാമ്മയും മേഴ്സി ഷൈനിയും മാത്രമല്ല, അതിനപ്പുറത്തുള്ളവരുടെ മുമ്പിൽ ഞാൻ ലജ്ജിച്ചു പോകാതെ നിൽക്കുന്നു.
അതാണ് ദൈവസഭ. എത്ര പേർക്ക് ബോധ്യമായിട്ടുണ്ട്? അതാണ് അങ്ങനെ ജീവിക്കാനുള്ള ആ കരുത്തിനെ ദ എക്സലൻസി പവർ എന്ന് പറയുന്നത്. 3 കാര്യം കൂടെ കേട്ടിടും. 1, ക്രിസ്തുവിനെ പോലെ ജീവിക്കണം. 2, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. 3, ക്രിസ്തുവിൽ ജീവിക്കണം. 3 കാര്യം കിട്ടിയോ? എഴുതുന്നവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയുകയാണ്. 1, ക്രിസ്തുവിനെ പോലെ, ടു ബി ലൈക്ക് ജീസസ്. ക്രിസ്തുവിനെ പോലെ ജീവിക്കുക. ആ പോകുന്ന ആരാ? അതാ ഞങ്ങളുടെ നാട്ടിലെ യേശു എന്ന് നമ്മളെക്കുറിച്ച് പറയാൻ പറ്റുമോ? ബർബാസിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ദേ ആ പോകുന്ന പുള്ളിയാന്ന് പറഞ്ഞാൽ അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഒത്തിരി പേരുണ്ട്. സ്വത്രം. ഇസബേലിനെ കണ്ടിട്ടുണ്ടോ? ഇല്ലില്ല. ദേ ആ സാരി ഉറ്റി പോകുന്ന പുള്ളിക്കാരിയാണ് ഇസബേൽ എന്ന് പറഞ്ഞാൽ. കാണിച്ചു കൊടുക്കാൻ ഒത്തിരി പേരുണ്ട്. യേശുവിനെ കാണിച്ചു കൊടുക്കാൻ ഇല്ലാതെ വരുന്നു. അതൊരു വലിയ പാപ്പരത്വമല്ലേ? ടു ബി ലൈക്ക് ജീസസ്. ഞാൻ അതിനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യുന്നു. ടു ബി മോർ ലൈക്ക് ജീസസ്. എത്ര പേർക്ക് സ്വത്രം പറയാൻ പറ്റും? ടു ബി മോർ ലൈക്ക് ജീസസ്. സ്റ്റാൻലി മോനെ, എൻ്റെ ഇംഗ്ലീഷ് ശരിയാണോ? അതെ. ടു ബി മോർ ലൈക്ക് ജീസസ്. യേശുവിനെ പോലെ ആയാൽ പോരാ, പിന്നെന്തോ ചെയ്യണം? യേശുവിനെ പോലെ, കൂടുതൽ യേശുവിനെ പോലെ. ടു ബി മോർ എന്ന് പറഞ്ഞാൽ ആന്തരികവും ബാഹ്യവുമായ സമസ്ത തലങ്ങളിലും യേശു തന്നെ വെളിപ്പെടണം. യേശുവിന്റെ സഹനം, യേശുവിന്റെ സ്നേഹം, യേശുവിന്റെ ത്യാഗം, യേശുവിന്റെ വിധേയത്വം, യേശുവും പിതാവും തമ്മിലുള്ള ആന്തരിക രമ്യത എനിക്കും യേശുവിനും ഉണ്ടാകണം. പിതാവിനോട് ചോദിക്കാതെ ഒന്നും ചെയ്തില്ലല്ലോ. പിതാവിന്റെ ഇഷ്ടമല്ലാതെ ഒന്നും ചെയ്തില്ലല്ലോ. പിതാവിൽ ആയിരുന്നു താൻ. അങ്ങനെയുള്ളൊരവസ്ഥയിൽ അതുപോലെ തന്നെ യേശുവിൽ നമുക്കാകാൻ കഴിയുക. യേശുവിനെ പോലെ. യേശുവിനെ പോലെ. രണ്ടാമത്തേത് എന്താണെന്നറിയാമോ? യേശുവിന് വേണ്ടി. ഫോർ ക്രൈസ്റ്റ്. കഴിക്കുന്നതും കുടിക്കുന്നതും ഉടുക്കുന്നതും എല്ലാം ആർക്ക് വേണ്ടിയാകണം? ആർക്ക് വേണ്ടി പറഞ്ഞേ? യേശുവിന് വേണ്ടിയാകണം. മോനെ, മുടി വെട്ടുന്നത് വരെ യേശുവിന് വേണ്ടിയാകണം. അതായത് പകുതി വെട്ടുമ്പോൾ ബാർബർ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഓടരുത്. യേശുവിന് വേണ്ടി മുടി വെട്ട്, യേശുവിന് വേണ്ടി പാൻസ് ഇട്, യേശുവിന് വേണ്ടി ഷർട്ട് ഇട്, യേശുവിന് വേണ്ടി ചുരിദാർ ധരിക്കും. മോളെ, 5 കിലോ ഇറച്ചി കൊള്ളുന്ന പ്ലാസ്റ്റിക് കവർ അറിയാവും? അതിനകത്ത് 5 കിലോ കൊള്ളത്തുള്ളൂ. അതിനകത്ത് 10 കിലോ വാരി വെച്ചുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. ഇതുപോലെ നടക്കുന്ന കുറെ കോമാളിത്തരങ്ങളുണ്ട്. നടന്നോട്ട ആളുകൾ മൊത്തം. ദൈവസഭയ്ക്കകത്ത് അത് പാടില്ല. കാരണം നീ ധരിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാ, നീ കഴിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാ, നീ നിലകൊള്ളുന്നത് ക്രിസ്തുവിന് വേണ്ടിയാ. മനസ്സിലായില്ലേ? അതാണ് ഫോർ ക്രൈസ്റ്റ്. അടുത്തത് ഇൻ ക്രൈസ്റ്റ് ആണ്. ക്രിസ്തുവിൽ ആകണം. എവിടെ ആകണം? നോട്ട് വിത്ത് ക്രൈസ്റ്റ് ബട്ട് ഇൻ ക്രൈസ്റ്റ്. ഞാൻ പുഞ്ചമണ്ണിൽ മാമച്ചൻ ഉപദേശിച്ച കാലം മുതലേ ക്രിസ്തുവിന്റെ കൂടെയാണെന്ന് പറയുന്നതിനകത്ത് വട്ടപൂജ്യമാണ് അതിന് മാർഗം. അച്ചമണി ഉമ്മച്ചന്റെ കാലം മുതൽ, പുഞ്ചമണ്ണിൽ മാമച്ചൻ ഉപദേശിച്ച കാലം മുതൽ ഞാൻ യേശുവിന്റെ കൂടെയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ആ കൂടെ എന്നുള്ള കയറി വന്നതുകൊണ്ട് പൂജ്യമാർഗ്ഗേ കിട്ടത്തുള്ളൂ. യേശുവിന്റെ കൂടെ ഉള്ളവരെ അല്ല കർത്താവിന് വേണ്ടുന്നത്, യേശുവിൽ ആയവരാ. പുനരാഗമനത്തിൽ എടുത്തുകൊള്ളപ്പെടുന്ന ആരാന്നറിയാമോ? യേശു പുനരാഗമിക്കുമ്പോൾ എടുത്തുകൊള്ളപ്പെടുന്ന ആരാ? 1 യോഹന്നാൻ 1:28 വാക്യം. 1 യോഹന്നാൻ 2:28, 1:28 അല്ല, 2:28. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന്, അവന്റെ പ്രത്യക്ഷതയിൽ നാം ആരും ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് അവനിൽ വസിപ്പീൻ. വാക്യം എത്ര പേർക്ക് ബോധ്യമായി? അവൻ പ്രത്യക്ഷനാകുമ്പോൾ കൈവിടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ, പ്രത്യക്ഷനാകുമ്പോൾ ലജ്ജിച്ചു പോകാതിരിക്കണമെങ്കിൽ എവിടെ വസിക്കണം? ഡൾ ഇൻ ഹിം. അവനിൽ വസിക്കണം. അവനിൽ വസിക്കണം, അവന്റെ കൂടെയല്ല. മനസ്സിലായോ? ഈ മത്സ്യത്തെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ എവിടെ വളർത്തണം? ദൈവമായിരിക്കുന്നു. മത്സ്യത്തെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ എവിടെ വളർത്തണം? വെള്ളത്തിൽ. കണ്ടോ? ഒരു മത്സ്യത്തെ ഗ്രൗണ്ടിലേക്ക്, നല്ല കാർപ്പറ്റൊക്കെ വിരിച്ച ഗ്രൗണ്ടിലേക്ക് കുറെ മത്സ്യങ്ങളെ കൊണ്ടുവിട്ടിട്ട്, കറി വയ്ക്കാനുള്ളതിനെയല്ല, വളർത്താനുള്ളതിനെയാണ്. ഇതിനകത്തോട് കൊണ്ടുവിട്ടിട്ട് ഒരു ചരുവത്തി വെള്ളം കൊണ്ടുവച്ചിട്ട് വെള്ളം ഇവിടെ ഇരിപ്പുണ്ട്, അത്യാവശ്യം ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ പണി നടക്കത്തില്ല. മനസ്സിലായോ? വെള്ളത്തോട് കൂടെയല്ല, പിന്നെ മത്സ്യം എവിടെ വരണം എന്ന് പറഞ്ഞതുപോലെ വിശ്വാസി യേശുവിനോട് കൂടെയല്ല, യേശുവിൽ വരണം. യേശുവിൽ ജീവിക്കുന്നതാണ്. അതിനു വേണ്ടിയാണ് നമുക്ക് ഈ എക്സലൻസി പവർ തരുന്നത്. ചുരുക്കി പറഞ്ഞാൽ പേരെന്തുമായിക്കൊള്ളട്ടെ, എബി അബ്രഹാം എന്നായിരിക്കാം, പക്ഷെ നാട്ടുകാര് യേശുവിനെ കാണണം. അതിന് നമ്മിൽ വ്യാപരിക്കേണ്ടത് അന്യഭാഷയുടെ ആത്മാവല്ല, ഹിസ് എക്സലൻസിയുടെ ആത്മാവാണ്. ഉത്കൃഷ്ട മാനസത്തിന്റെ ആത്മാവാണ് വ്യാപരിക്കേണ്ടത്. എങ്കിലേ യേശുവിന്റെ പ്രമാണത്തിന് വേണ്ടി നിലകൊള്ളാനിടയാകുകയുള്ളൂ. ബോധ്യമായവർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അപ്പം മത്സ്യം വെള്ളത്തിൽ ആയിരിക്കുന്നത് പോലെ, ഗർഭസ്ഥ ശിശു അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുന്ന പോലെ. ഗർഭസ്ഥ ശിശു അമ്മയുടെ ഉദരത്തിലായാലുണ്ടല്ലോ, എല്ലാം അതിനകത്ത് തന്നെ കിട്ടും.
ഗർഭപാത്രത്തിൽ കിട്ടും. അങ്ങോട്ട് നമ്മളൊന്നും സപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, എല്ലാം അതിനകത്തുണ്ട്. നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നത്, പ്രസംഗകനായിരിക്കുന്ന ഞാൻ ഈ വേദി നിൽക്കുമ്പം എനിക്ക് വെള്ളം കുടിക്കാനായിട്ട് വേണം. അതിന് ഈ പ്രസംഗകനായി എന്നെയും ഇവിടുത്തെ ഈ പോഡിയത്തെയോ അല്ലെങ്കിൽ ഈ സ്റ്റേജുമായിട്ട് എൻ്റെ ശരീരത്തെ ബന്ധിപ്പിച്ചാൽ വെള്ളം കിട്ടത്തില്ല. കിട്ടുമോ? ഇതിനകത്ത് വെള്ളം എവിടുന്നെങ്കിലും കൊണ്ടുവന്ന് ഗ്ലാസ്സിനകത്ത് ഇവിടെ തന്നെങ്കിലേ എനിക്ക് കുടിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? പക്ഷേ ഗർഭസ്ഥ ശിശുവിൻ്റെ പ്രശ്നം അതല്ല. ഗർഭസ്ഥ ശിശു അതിനകത്ത് കിടന്നാൽ മതി. എത്ര നാൾ? 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക. അമ്മച്ചിമാർ പണങ്ങരുത്. ഇവർ ചുമ്മാ അങ്ങ് പറയുമോ 10 മാസം ഞാൻ ചുമന്നത്. വെറുതെ 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക. ഇത്രയും നാൾ ഇതിനകത്ത് കിടക്കുമ്പോൾ വെള്ളവും പ്രാണവായും ആഹാരം എന്തൊക്കെ വേണം, പോഷകമൂല്യങ്ങൾ എല്ലാം അതിനകത്ത് സുശക്തമാണ്, സുസജ്ജമാണ്. മനസ്സിലായോ? അത് കഴിച്ച് കുടിച്ച് ഉറങ്ങി അതിനകത്ത് അങ്ങ് കഴിഞ്ഞാൽ മതി. മൊബൈൽ ഫോണൊന്നും ഇല്ലെന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് സുഖമാണ്, സന്തോഷമാണ്. അങ്ങനെ കഴിയാൻ കുറേ കാലം. അങ്ങനെ ഒരു ഗർഭസ്ഥ ശിശു അമ്മയുടെ ഉദരത്തിൽ കഴിയുന്നത് പോലെയാണ് ഒരു വിശ്വാസി ക്രിസ്തുവിൽ കഴിയുന്നത്. നമുക്ക് വേണ്ടതെല്ലാം അവനിലുണ്ടെന്ന്, നമുക്ക് വേണ്ടതെല്ലാം അവനിലുണ്ട്. ഈ ബന്ധം നീ ഒന്ന് പുതുക്കിയാൽ മതി, വരേണ്ടതൊക്കെ തനതെ വന്നോളും. ആരുടെയും ഔദാര്യത്തിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമൊന്നുമില്ല, ആരുടെയും ഔദാര്യത്തിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. കർത്താവിൽ ആയാകാൻ കഴിഞ്ഞാൽ എല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടിക്കോളും. വിശ്വസ്തയോടെ നിന്നാ മതി. ബോധ്യമായവർക്കാണ് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പൊ ഹിസ് എക്സലൻസി എന്ന് പറയുന്ന എക്സലൻസി പവർ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പ്രദർശിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പോലെ ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൽ ജീവിക്കാനുള്ളതാണ്. ഉത്കൃഷ്ടമാനസം എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് വേദപുസ്തകത്തിൽ. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമാണ്. ദാനിയേലിനെ കുറിച്ച് പറയുന്നു, അവൻ ആരായിരുന്നു? ഉത്കൃഷ്ടമാനസം. അതുകൊണ്ടാണ് വിളമ്പി വെച്ചതെല്ലാം വാരി വലിച്ച് കഴിക്കാതിരുന്നത്. ഞങ്ങൾക്കിത് കഴിച്ചുകൂടാ. ആ പ്രയോഗം കേട്ടിട്ടുണ്ടോ? ഞങ്ങൾക്കിത് വല്ലതും കിട്ടിയ സ്വോത്രം പോലും പറയാൻ നേരമില്ല, വാരി വലിച്ച് കഴിക്കുക. ദാനിയേൽ പറയുന്നു, ഞങ്ങൾക്കിത് കഴിച്ചുകൂടാ. ദുരാസമഭൂമിയിൽ ഉയർത്തി നിർത്തിയിരിക്കുന്ന ബിംബത്തെ നോക്കിക്കൊണ്ട് പിള്ളേർ പറയുന്നു, ഞങ്ങൾക്കിതിനെ ആരാധിച്ചുകൂടാ. രാജാവിനോട് പ്രാർത്ഥിക്കണമെന്ന കൽപ്പന സ്ഥാപിതമായി കഴിഞ്ഞപ്പോൾ തൻ്റെ അടുത്തോടെ ദാരിയാവേശോട് പറയുന്നു, എനിക്ക് നിന്നോട് പ്രാർത്ഥിച്ചുകൂടാ, പിന്നെ ആരോട്? അത്യുന്നതനായി ദൈവത്തോട് മാത്രമേ പ്രാർത്ഥിക്കൂ. അപ്പൊ ശ്രദ്ധിച്ചേ, എന്ത് തള്ളണം, എന്ത് കൊള്ളണം, എന്ത് വേണ്ട, എന്ത് വേണം, എന്താകണം, എന്തായിക്കൂടാ എന്നുള്ള തിരിച്ചറിവിൻ്റെ ആ സവിശേഷതയാ ഉത്കൃഷ്ടമാനസം. ആ ശക്തിയ എക്സലൻസി പവർ. എന്തോ വേണം എന്തോ വേണ്ട എന്നുള്ളതൊന്നും നമുക്ക് വിഷയമല്ല. എന്ത് നമുക്കങ്ങ് വേണം, എല്ലാം നമ്മുടെയാണ് ഒരു ചിന്താഗതി. അങ്ങനെ കയറിക്കൂടി ആകപ്പാടെ നാശകോശമായി വല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. അത് വരാതിരിക്കേണ്ടതിന് വേണ്ടുന്ന വ്യാപരിക്കേണ്ട ഒരു ശക്തിയാണ്. ഏതാ? എക്സലൻസി പവർ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ടത്? ആ എക്സലൻസി എന്ന അനുഭവത്തെയാണ് ഫിലിപ്പിയ ലേഖനം 1:9 വാക്യം. ഈ വാക്യം കൂടെ ഞാൻ വായിപ്പിച്ചുകൊണ്ട് നിന്നാൽ സമയം പോകും, അതുകൊണ്ട് പറഞ്ഞു വിടുന്നത്. ഫിലിപ്പിയർ 1:9 പറയുന്നു, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദങ്ങളെ എന്തോ ചെയ്യണം? വിവേചിച്ചറിയണം, തിരിച്ചറിയണം ഭേദങ്ങളെ. ഉത്കൃഷ്ടമാനസൻ എന്ന് പറയുന്നത് ദാനിയേൽ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കരുത്. യോസഫ് ഉത്കൃഷ്ടമാനസനാണ്, നെഹമ്യ ഉത്കൃഷ്ടമാനസനാണ്, അറിയാമോ? യോശുവ ഉത്കൃഷ്ടമാനസനാണ്. വേദപുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2-3 താരങ്ങളാണ് യോസഫ്, യോശുവ, നെഹമ്യാവ്, പിന്നെ ദാനിയേൽ. ഈ 4 പേരെ മറക്കാൻ പറ്റില്ല. ഞാൻ അധികം പഴയ നിയമത്തിലേക്ക് കയറാറില്ല. കയറിയാൽ ഈ 4 പേരെ ഒന്നും പരാമർശിക്കാതെ ഇറങ്ങത്തുമില്ല. എൻ്റെ പ്രണയഗ്രന്ഥങ്ങൾ, ലേഖനങ്ങൾ മാത്രമാണ്. അതിലൂടെ ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇവരെയൊക്കെ ഇടയ്ക്ക് വെച്ച് കണ്ടൊരു ഹായ് പറയുക എന്നുള്ളതല്ലാതെ അവരെൻ്റെ പ്രധാന പ്രമേയമേ അല്ല. എന്നാലും ഉത്കൃഷ്ടമാനസം കൊണ്ട് ഞാൻ ഈ 4 പേരെ സല്യൂട്ട് ചെയ്യുന്നു. യോസഫ് ഉത്കൃഷ്ടമാനസന, തള്ളേണ്ടതിനെ തള്ളാനും കൊള്ളേണ്ടതിനെ മാത്രം കൊള്ളാനുമുള്ള നെഞ്ചുറപ്പുള്ള മനുഷ്യനാണ്. ഒരു കൊച്ചമ്മ ആടി തൂങ്ങി കുഴഞ്ഞ് അവൻ്റെ അരികിൽ വന്നിട്ട് ഇംഗിതം അറിയിച്ചപ്പോൾ കൊച്ചമ്മയെ പ്രീതിപ്പെടുത്തി നിർത്തിയാൽ അവൻ ആ വീട്ടിൽ ഒത്തിരി നേട്ടങ്ങളുണ്ടാവും. പക്ഷെ അവിടെ മുഖത്തോട്ട് വിരൽ ചൂണ്ടി പറഞ്ഞത്, നിന്നോട് മഹാദോഷം ചെയ്ത് എൻ്റെ ദൈവത്തോട് പാപം ചെയ്യാൻ ഞാൻ ബാക്കി പറ ഒരുക്കമല്ല. ഈ ഉത്കൃഷ്ടമാനസത്തിൻ്റെ ഒരു വാചകമുണ്ട്, കുഞ്ഞുങ്ങളൊക്കെ കേട്ടോണം. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല, എല്ലാം എൻ്റെ കയ്യിൽ പറ, എല്ലാം എൻ്റെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് പറയാതെ പറഞ്ഞിരിക്കുന്ന ഒരർത്ഥം, നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടില്ല, എല്ലാം എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്, നിന്നെ ഒഴികെ. എൻ്റെ കയ്യിൽ ഏൽപ്പിക്കാത്ത നിന്നെ ഞാൻ അനുഭവിക്കുന്നത് പ്രമാണവിരുദ്ധമാണ്. അത് ദൈവത്തിന് മുൻപാകെ പാപമാണ്.
നമുക്കുള്ളതേതാ, നമുക്ക് അല്ലാത്തതേതാ തിരിച്ചറിയാൻ കഴിയുന്ന ഗുണമാണ് ഉത്കൃഷ്ടമാനസം. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? നെഹമ്യാവിനെ ഏൽപ്പിക്കുന്ന മഹത്തായ പണി നിർവഹിക്കുവാൻ താൻ ഒരുമ്പെടുമ്പോൾ സൽബല്ലത്തെന്ന രാജാവിൻ്റെ അധികാരം, തോബിയാവെന്ന സൈന്യത്തിൻ്റെ ശക്തി, അരാബ്യനായിരിക്കുന്ന ഗർഷോം എന്ന് പറയുന്ന ഒരു അറേബ്യൻ ഷെയ്ക്കിൻ്റെ റിയാൽ, ദിർഹം, ദറംസ്, ഡോളർ, യൂറോ, കാശിഷ്ടം പോലുള്ള ഒരു ഷെയ്ക്കാണ് അരാബ്യനായ ഗർഷോം. മലയാളം ബൈബിളിൽ അരാബ്യൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥ പ്രയോഗം അറേബ്യനായ ഗർഷോം എന്നാണ്. അറേബ്യൻ്റെ കയ്യിൽ ദിനാർ ഇഷ്ടം പോലെയുണ്ട്. അപ്പം സൽബല്ലത്ത് അധികാരത്തിൻ്റെ രാജാവാണ്, തോബിയാവ് സൈന്യത്തിൻ്റെ ശക്തിയാണ്, അരാബ്യനായ ഗർഷോം എന്ന് പറഞ്ഞ കാശ് കൊടുത്ത് മറിക്കാൻ കഴിയുന്നവനാണ്. ഈ 3 പേര് നോക്കിയിട്ട് നെഹമ്യാവിൻ്റെ പണി നിർത്താനോ നെഹമ്യാവിനെ തിരിച്ച് ഓടിച്ചു വിടാനോ പറ്റിയില്ല. അപ്പോൾ പിന്നെ അവർ 3 പേരും കൂടെ കാശ് കൊടുത്ത് കൊണ്ടുവന്ന ഒരു പുള്ളിയാണ് നൊവേദ്യ എന്ന കള്ളപ്രവാചിക. നൊവേദ്യ എന്ന കള്ളപ്രവാചിക മകനെ മകളെ ദാസി എന്നൊക്കെ പറഞ്ഞു ഒന്ന് പിടച്ച് ഒന്ന് വൈബ്രേറ്റ് ചെയ്ത് തലയിലോട്ട് കൈവച്ച് നിന്റെ നേരെ ഒരു അനർത്ഥം വരുന്നുണ്ട്, അതുകൊണ്ട് ഓടിക്കോ എന്ന് പറഞ്ഞാൽ നെഹമ്യാവ് 400 കന്യഭാഷ്യം പറഞ്ഞു ഓടുമെന്ന് അവള് വിചാരിച്ച്. മനസ്സിലായില്ലേ? സൽബല്ലത്തുണ്ട്, തോബിയാവുണ്ട്, പിന്നെ അരാബ്യനായ ഗർഷോമുണ്ട്, ഈ നൊവേദ്യ എന്ന കള്ളപ്രവാചികയുണ്ട്. ഇവർ 4 പേരും കൂടെ പയറ്റിയിട്ട് നെഹമ്യാവിൻ്റെ നേരെ ഒരു പണി നടക്കാതെ വന്നപ്പോൾ നെഹമ്യാവിൻ്റെ വകയിൽ ഒരു അമ്മാച്ചനെ വിളിച്ചിട്ട് ഇവർ 4 പേരും കൂടെ പറഞ്ഞു, നെഹമ്യാവിനോട് ചെന്ന് പറ അവനെ പിടിച്ചു കെട്ടാൻ പോവുക, ആലയത്തിൽ കയറി രക്ഷപ്പെട്ടോളാൻ പറയാൻ പറഞ്ഞു. ആ അമ്മാച്ചനെ പിടിച്ചങ്ങോട്ട് നിർത്തിയിട്ട് നെഹമ്യാവ് പറയുന്നൊരു കാര്യം, എന്നെപ്പോലൊരുവൻ ഓടിപ്പോകുമോ? എന്നെപ്പോലൊരുവൻ ഓടിപ്പോകുമോ? ഇന്ന് രാത്രി ബോധ്യമായവർ എത്ര പേരുണ്ട്? നിന്നെ ഓടിക്കാൻ ശ്രമിക്കുന്ന ചില പോരുകളുണ്ട്, നിന്നെ പറപ്പിക്കാൻ ശ്രമിക്കുന്ന ചില പോരുകളുണ്ട്, നിന്നെ ചുരുട്ടി എറിയാൻ ശ്രമിക്കുന്ന ചില പോരുകളുണ്ട്, നീ ചെയ്യുന്നത് വേണ്ട എന്ന് പറയുന്ന ചില പോരുകളുണ്ട്. തൻ്റെ ഇടത്തോടെ പറയണം, എന്നെ പോലൊരുവൻ ഓടിപ്പോകുമോ? എന്നെ അയച്ചതാരാ? എന്നെ ഏൽപ്പിച്ചതാരാ? എന്നെ നിർത്തിയതാരാ? ഇനി നിർത്താമെന്ന് പറഞ്ഞതാരാ? അങ്ങനെ ഒരുവൻ എന്നോടൊപ്പമുണ്ട്, ഞാൻ ഓടിപ്പോകയില്ല. ഓടിപ്പോകാൻ അല്ല ഇറങ്ങിയത്. എത്ര പേർക്ക് ബോധ്യമുണ്ട് ഇന്ന് രാത്രിയിൽ? ആഭിചാര ബന്ധനങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളും മാനുഷികമായിരിക്കുന്ന കൂട്ടുകെട്ടുകളും മാനുഷികമായിരിക്കുന്ന ചില മാന്യപാത്രങ്ങളും മനസ്സവാച കർമ്മണ അറിയാതെയുള്ള ചില ദോഷാരോപണങ്ങളും നിന്റെ മേൽ ആക്ഷേപത്തോടെ പരിഹാസത്തോടെ നിന്റെ പാദനം കാണാൻ ആഗ്രഹിച്ച് ചെയ്യുമ്പോൾ നെഹമ്യാവിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയോടെ നിന്ന് പറയണം, ഞാൻ ഓടത്തില്ല, ഞാൻ ഓടാൻ വേണ്ടി വന്നതല്ല, പണി നിർവഹിക്കാൻ വന്നതാണ്, ഞാൻ പണിയും. ഹല്ലേലൂയ. എക്സലൻസി പവർ കണ്ടോ? ഇവരിലെല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടെ പറഞ്ഞുകൊണ്ട് നിന്നാൽ നേരം വിളിക്കുന്നുണ്ട്, പറയാനുണ്ട്. ഞാൻ നിർത്തുക. അപ്പോൾ എക്സലൻസി പവർ എന്തിനാണെന്ന് മനസ്സിലായോ? ക്രിസ്തുവിൻ്റെ പ്രതിഭ ആയിട്ട് ജീവിക്കാൻ, ക്രിസ്തു നമ്മിൽ പ്രതിഫലിക്കാൻ. സ്തോത്രം ചെയ്താട്ടെ. രണ്ടാമത്തേത് ദ മൈറ്റി പവറാണ്. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം. ദൈവസഭയ്ക്ക് വ്യാപരിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന മഹത്തായ മറ്റൊരു ദൈവശക്തിയുടെ മറ്റൊരു സവിശേഷത എന്തോ പറഞ്ഞേ? ദ മൈറ്റി പവർ. അമിത ബലമെന്നാണ് മലയാളത്തിൽ അതിന്. 6-ാം അധ്യായം 10-ാമത് വാക്യം കണ്ടോ? എങ്ങനെയുള്ള ബലമാ? അമിത ബലം. ആ അമിത ബലം എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഒടുവിൽ കർത്താവിലും. എപ്പോൾ തരാമെന്ന് അമിത ബലം? അപ്പം നാളെ കിട്ടുള്ളൂ? ഇന്നിപ്പോൾ 2-ാം ദിവസം ആയതേ ഉള്ളൂ. വാക്യം പറയുന്നത് ഒടുവിൽ തരാമെന്ന്. അപ്പം നാളെ കിട്ടുള്ളൂന്നല്ല. എന്താണ് ഈ ഒടുവിൽ? അച്ഛാ ആയുസിൻ്റെ ഒടുവിലെന്നോ ആഴ്ചയുടെ ഒടുവിലെന്നോ മാസത്തിൻ്റെ ഒടുവിലെന്നോ യോഗത്തിൻ്റെ ഒടുവിലെന്നോ അല്ല. ആ ഒടുവിൽ ഞാനൊന്ന് വിവരിക്കാം, ശ്രദ്ധിച്ച് കേട്ടോ. ഒടുവിൽ വിവരിക്കാൻ എടുക്കുന്ന നേരം കൊണ്ട് ചിലപ്പോൾ മറ്റേത് വിവരിക്കാൻ പറ്റാതെ പോയാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഓക്കെ, ഈ ഒടുവിൽ എന്ന പ്രയോഗം 6-ന്റെ 10-ാം വാക്യത്തിൽ ഒടുവിൽ എന്ന് പറയുന്നതിന് മുൻപ് 5-ന്റെ 22 മുതൽ 6-ന്റെ 9 വരെ 10 പേരെ വിളിക്കുന്നുണ്ട് ദൈവാത്മാവ്. ശ്രദ്ധിച്ച് കേട്ടോണം. 6-ാം അധ്യായത്തിൽ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും എന്ന് പറയുമ്പോൾ അതിനു മുൻപ് 10 പേരെ വിളിക്കുന്നുണ്ട്. 5-ന്റെ 22 മുതൽ 6-ന്റെ 9 വരെ. 5-ന്റെ 22 വിളിക്കുന്നു ഭാര്യമാരെ, 5-ന്റെ 25 വിളിക്കുന്നു ഭർത്താക്കന്മാരെ, 6-ന്റെ 1 വിളിക്കുന്നു മക്കളെ, അതിനകത്ത് മകളെ എന്നുമുണ്ട്, പിന്നെ മകനെ എന്നുമുണ്ട്. അപ്പൊ 2 പേരെ 6-ന്റെ 1 വിളിക്കുന്നു. അടുത്ത 6-ന്റെ 4 പിതാക്കന്മാരെ, അതിനകത്ത് ആരും കൂടെ ഉണ്ട്? മാതാക്കളെ എന്നും കൂടെയുണ്ട്. മനസ്സിലായോ? അപ്പൊ ഭാര്യ, ഭർത്താവ്, മകൾ, മകൻ, പിതാവ്, പിന്നെ മാതാവ്. 6-ന്റെ 5-ാം വാക്യം ദാസന്മാരെ എന്ന് പറഞ്ഞാൽ ദാസിമാരെ എന്നും കൂടെയുണ്ട്. അപ്പൊ 6-ന്റെ 2 എത്രയായി? 8 പേരായി. അടുത്ത 6-ന്റെ 9 യജമാനന്മാരെ എന്ന് പറഞ്ഞാൽ ആരും കൂടെ ഉണ്ട്? യജമാനത്തെയും കൂടെ ഉണ്ട്. അപ്പൊ 8-ന്റെ 2 എത്ര പേരായി? 10 പേരെ ഇങ്ങനെ വിളിച്ചിട്ട് അവരോടുള്ള യോഗ്യത, മുന്നറിയിപ്പ്, നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് പറയുക, ഒടുവിൽ അമിതബലം തരാം.
മനസ്സിലാകുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആദ്യം നീ നല്ലൊരു ഭാര്യയാകുക, അതിനൊടുവിൽ അമിതബലം തരാമെന്ന്. ഭർത്താവിൻ്റെ നേരെ ചൂലും കെട്ടും കൊണ്ട് ചാടുന്ന ഭാര്യയ്ക്ക് അമിതബലം കൂടെ കൊടുത്താലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ഭർത്താവ് തലയാണെന്ന് ആദരിക്കാതെ മനുഷ്യ അവിടെ ഇരിക്കെ, ഞാൻ പറയുന്നത് കേൾക്ക് എന്ന് പറയുന്ന ഒരു സൈസിന് അമിതബലം കൂടെ കൊടുത്താലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് ആൻറ്റി. ദൈവസഭയ്ക്ക് എന്നാ ഗുണമുണ്ടെന്നൊന്ന് ചിന്തിച്ചേ. ഞങ്ങൾ ചില പാസ്റ്റർമാർ ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ, ചില വീടുകളിൽ ചെല്ലുമ്പം എന്താ വെച്ചാൽ മോൻ ഫോൺ ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത്, തിരക്കായിരുന്നു. എന്നാലും മോൻ പറഞ്ഞു അത്യാവശ്യം പാസ്റ്റങ്ങൾ ഇവിടെ വന്നേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ വന്നതാ. എന്തോ പറ്റി, നിങ്ങൾ തമ്മിൽ എന്തോ ഇടർച്ച? അപ്പോൾ പാസ്റ്ററോട് പറയുകയാണെന്നുള്ളത് കൊണ്ട് അച്ചായൻ വളരെ ശാന്തമായി ഭാഷയിലൊരു ഭംഗിയൊക്കെ വരുത്തി, അല്ല പാസ്റ്റേ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, പിന്നെ ഞങ്ങളൊരു കാര്യം പറഞ്ഞപ്പോഴങ്ങ് അല്പം ഇങ്ങനെ പറഞ്ഞ് ശാന്തമായി തുടങ്ങുമ്പം അടുക്കളയിൽ നിന്നൊരു മഹോദരം ഇങ്ങ് വരുക. എൻ്റെ പാസ്റ്റേ ഇത് ഞാൻ പറയുന്ന പോലൊന്നുമല്ല, മനുഷ്യ മിണ്ടരുത്, ഞാൻ പറയാം പാസ് ഇങ്ങോട്ട് നോക്കാൻ. ഫോട്ടോഗ്രാഫർമാർ വന്ന് നമ്മുടെ മുഖം തിരിച്ചു വെക്കുന്ന പോലെ ഇവർ വന്ന് തിരിക്കുമോ എന്ന് പേടിച്ചാൽ ഞങ്ങളിരിക്കുന്നു. അബദ്ധവശാലങ്ങൾ അച്ചാനിയോ നോക്കി പാസ് ഇങ്ങോട്ട് നോക്ക് പാസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കണ്ട, ഞാൻ പറയുന്നത് നോക്കാൻ. ഈ സൈസിന് അമിതബലം കൊടുത്ത ദൈവസഭയുടെ അവസ്ഥ എന്താവുമെന്ന് ചിന്തിക്കും. അതുകൊണ്ട് എഫേസ്യ ലേഖനം പറയുക, നീ ഒരു നല്ല ഭാര്യയാകെ, ഒടുവിൽ അമിതബലം തരാം. സ്തോത്രം പറയാമോ? സഹോദരിമാരോട് ഉണ്ടോ? കൊണ്ടേ ഒരു സ്തോത്രം പറ. ഹല്ലേലൂയ. അത് പറഞ്ഞപ്പോൾ അച്ചായമാർക്ക് അങ്ങ് സൂചിച്ചു. അച്ഛാ 25-ാം വാക്യം നമ്മളെക്കുറിച്ചായി പറയുന്നത്. ഭാര്യയുടെ ഇഷ്ടം എന്താണെന്നറിയില്ല, അനിഷ്ടം എന്താണെന്നറിയില്ല, അവിടെ വേദന അറിയില്ല, അവിടെ നട്ടല് വേദന അറിയില്ല, നാട്ടുകാരുടെ മുഴുവൻ നടുവേദന അറിയാം. അമ്മാമേ കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോൾ നടുവിന് ഭയങ്കര വേദനയായിരുന്നല്ലോ, ഇപ്പം എങ്ങനെയുണ്ട്? ഭാര്യയ്ക്ക് നടുവേദനയായിട്ട് എത്ര നാളായെന്നറിയാമോ? പുള്ളിക്ക് അത് വിഷയമേ അല്ല. 5 മിനിറ്റ് അവരുടെ കൂടെ ഇരിക്കാൻ നേരമില്ല. അത് നാട് നന്നാക്കാൻ, സഭ നന്നാക്കാൻ നെട്ടോട്ടം ഓടുന്ന ഭർത്താവിനോട് പറയുക, നീ ആദ്യം നല്ലൊരു ഭർത്താവാക്, അതിനുശേഷം അമിതബലം തരാം. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? സഭയെക്കുറിച്ചുള്ള എരിവെന്നും പറഞ്ഞങ്ങ് നടക്കുക. നിന്നെക്കുറിച്ച് എരിഞ്ഞുകൊണ്ട് ഒരാൾ അകത്തുണ്ടെന്ന് വീട്ടിൽ, ആ എരിവ് മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം നല്ലൊരു ഭാര്യയാകണം, പിന്നെ ആരാകണം? അതിനൊടുവിൽ. അപ്പോൾ ഒടുവിലെന്നുള്ള പദം മനസ്സിലായോ? ഒടുവിലെന്നുള്ള പദത്തിൻ്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത്. 6-ാം അധ്യായത്തിൽ കുഞ്ഞുങ്ങളോടാ പറയുക, മക്കളെ. അപ്പനെ അമ്മയെ അനുസരിക്കാത്ത ഒരു മോള് പ്രൈസ് ആൻഡ് വർഷിപ്പിന് നിന്നങ്ങ് ഷൈൻ ചെയ്യുക. അമ്മയോട് പറഞ്ഞ മമ്മി മിണ്ടരുത് കേട്ടോ, മമ്മി മിണ്ടാതിരിക്കുക, പപ്പ പപ്പയുടെ കാര്യം നോക്ക് പപ്പ എന്നൊക്കെ ആക്രോശിക്കുന്നവൾ പ്രൈസ് ആൻഡ് വർഷിപ്പിന് നിന്നങ്ങ് ആടുക. അവളോട് പറയും, കുഞ്ഞെ നീ ആദ്യം ഒരു നല്ല മകളാകുക, അതിനുശേഷം അമിതബലം തരാന്ന്. അമ്മയ്ക്കറിയില്ല ABCD, അമ്മയ്ക്കറിയില്ല പഠിച്ച കാര്യങ്ങളൊന്നും. ആ അമ്മയെ നിരക്ഷര കുറ്റിയായി കണ്ടുകൊണ്ട് ആക്ഷേപിക്കുന്ന മകൾക്ക് അമിതബലമില്ല. അവൾ ആദ്യം നല്ലൊരു മകളാകണം, നല്ലൊരു മകനാകുന്ന ആദ്യം, അതിനുശേഷം അമിതബലം തരാമെന്ന്. ഒരു നല്ല മകനാകും, അപ്പനെ ആദരിക്കുന്ന, അമ്മയെ ബഹുമാനിക്കുന്ന. അപ്പനെ അമ്മ ഏത് ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ട് തള്ളണമെന്നുള്ളതാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനൊരു മകൻ അമിതബലം കൊടുത്താലുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. ഒറ്റ കാര്യം ദൈവസഭയോട് പറയാം, പ്രൈസ് ദ ലോർഡ്. വാച്ച് മാനസാന്തരപ്പെട്ടതല്ലല്ലോ. വാച്ച് മാനസാന്തരപ്പെട്ടാണ് ദൈവവചനം കേൾക്കുമ്പോൾ പതിയെ ഓടണ്ടേ. ഇതെൻ്റെ മുമ്പേ കയറി ഓടുകയാണ്. പ്രൈസ് ദ ലോർഡ്. ദേ ശ്രദ്ധിച്ച് കേട്ടെ, മകനെ മകളെ എന്നുള്ള ഒറ്റ വിളിയാം മക്കളെ. ദൈവസഭയുടെ ഒരു ചോദ്യം, ദൈവസഭയിൽ ഒരു പെങ്കൊച്ച് പിഴച്ചു പോയാൽ എന്തോ ഇടാം അവളെ? കേട്ടിട്ടുണ്ടോ അങ്ങനെ ചോദ്യം? വളർത്തി വലുതാക്കി പാട്ടും പ്രാർത്ഥനയും സൺഡേ സ്കൂൾ അടക്കം സകല കാര്യങ്ങൾ പഠിപ്പിച്ചു വന്നു. അവൾ ഏതാണ്ടൊക്കെ ഒന്ന് പാകമായപ്പം ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, ഗുഡ് ഈവനിങ് ഒക്കെ അയച്ച ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് ഒക്കെ പറഞ്ഞ് തുടങ്ങിയത് പിന്നെ കഴിച്ചോ കുടിച്ചോ ഉടുത്തോ എന്നൊക്കെയായി. പിന്നെ നീളമുള്ള വാചകങ്ങളായി. അവസാനം അവൻ വിളിച്ചു, ഞാൻ കഞ്ഞിക്കുടിയിലുണ്ട് ഇറങ്ങിപ്പോരാൻ. അവൾ ഇറങ്ങി അങ്ങ് പോയി. ഇങ്ങനൊരു സൈസ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എന്തോ ചെയ്യണം അവളെ? പറ. ലേവ്യാപുസ്തകം 21:12 പറയുന്നു, അവളെ പുരോഹിതന്മാരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കണം. അവർ അവളെ പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി ചുട്ടുകളയും. അവളെ വെച്ചേക്കരുത്. അന്യപുരുഷന് വിധേയപ്പെട്ട അപ്പനും അമ്മയ്ക്കും ആക്ഷേപം വരുത്തിയവളെ വീട്ടിൽ വെച്ചേക്കരുത്, അവളെ ചുട്ടുകളയണം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ പിഴച്ച മോനെ എന്നാ ചെയ്യണം? പിഴച്ച പെങ്കൊച്ചിനെ ചുട്ടുകളയണമെന്ന് ലേവ്യ 21:12 പറയുമ്പോൾ, 21:9 പറയുമ്പോൾ, വീട്ടിൽ പിഴച്ചുപോയ മകനെ എന്തോ ചെയ്യണം? ഇവൻ തിന്നിയും കുടിയനും അനുസരണം കെട്ടവനും ധിക്കാരിയും, ഞങ്ങൾ പറയുന്നത് കേൾക്കാത്തവനുമാണ്. സാറേ ദേ എൻ്റെ മകൻ, അവൻ ഞങ്ങളെ അനുസരിക്കത്തില്ല എന്ന് പറഞ്ഞ് പിടിച്ചു കെട്ടി മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അരിയിൽ കൊണ്ടു കൊടുക്കണം ഈ പിഴച്ച സന്താനത്തെ. എന്തോ ചെയ്യും അവരെ? അവനെ ഉന്തിത്തള്ളി പാളയത്തിന് പുറത്തു കൊണ്ട് ചെന്നിട്ട്
ആവർത്തനം 21:18. ആവർത്തനം 21:18 പറയുന്നു, അവനെ കല്ലെറിഞ്ഞ് കൊന്നുകളയണം. പിഴച്ച പെണ്ണിനെ എന്തോ ചെയ്യണം? ചുട്ടുകളയണം. പിഴച്ച ആങ്കൊച്ചിനെ എന്തോ ചെയ്യണം? അങ്ങനെ കനത്ത നിയമമാണ്, തീഷ്ണതയുള്ള ദൈവം പഴയ നിയമത്തിൽ കൊടുത്തത്. പുതിയ നിയമത്തിൽ ആ നിയമത്തിന് ഭേദഗതി വരുത്തിയിട്ട് നമ്മുടെ കർത്താവ് തന്നൊരു നിയമം. അപ്പൻ്റെ കയ്യിൽ പിടിച്ചു വാങ്ങി പടിയിറങ്ങിപ്പോയ മകൻ ഒടുവിലൊരു ഭിക്ഷക്കാരനെ പോലെ മടങ്ങി വരുന്നത് വരെ വാതിൽപ്പടിയിലിരിക്കുന്നൊരപ്പൻ എറിയാൻ കല്ലുമായിട്ടല്ല, ചേർത്ത് നിർത്തുവാൻ വിരിച്ച കരങ്ങളുമായി. പ്രമാണത്തിന് യേശു തൻ്റെ ചങ്കിലെ ചോര കൊണ്ട് മാറ്റം വരുത്തി. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. നീ അപ്പനോട് പിഴച്ചുപോയെങ്കിൽ, അമ്മയോട് പിഴച്ചുപോയെങ്കിൽ, ജീവിതത്തിൻ്റെ മൂല്യം എവിടെയെങ്കിലുമൊക്കെ കളഞ്ഞു കുളിച്ചു പോയെങ്കിൽ, കണ്ണുനീരുകൊണ്ട് കഴുകപ്പെടാൻ മനസ്സാകുമെങ്കിൽ നിന്നെ വിരുന്നുശാലയിലേക്ക് സ്വീകരിക്കാൻ ഒരു അപ്പനുണ്ട്. ആ അപ്പൻ സ്വർഗസ്ഥ പിതാവാണ്. അപ്പൊ പൗലോസ് പറയാണ്, മക്കളെ എന്ന് പറഞ്ഞാൽ ആക്ഷേപമില്ലാത്ത തലമുറ നമുക്കുണ്ടാകണം. ദൈവസഭയുടെ ഏറ്റവും വിലപ്പെട്ട കാര്യമാകണം. നാളെ വേദിയിൽ അലങ്കരിക്കേണ്ടതിന് ദൈവസഭയ്ക്കകത്ത് പ്രസംഗകരുണ്ടാകണം, കൃപാവര പ്രാപ്തന്മാരുണ്ടാകണം. അതിന് നമ്മുടെ പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും അവർ പഠിക്കാൻ എവിടെയെങ്കിലും പൊക്കോട്ടെ, പക്ഷേ അവർ ദൈവകൃപയോടെ പോകണം. ബാംഗ്ലൂരോ മാംഗ്ലൂരോ പൂനെയിലോ താനെയിലോ മുംബൈയിലോ കൊൽക്കത്തയിലോ ദില്ലിയിലോ വിശാഖപട്ടണത്തോ വിജയവാഡയിലോ അതല്ലെങ്കിൽ ഇന്ത്യയുടെ വ്യോമാതിർത്തി കടന്ന് അടുത്ത രാജ്യത്തോ പൊയ്ക്കോട്ടെ, പക്ഷേ അഭിഷേകത്തോടെ പോകണം അവര്. അപ്പൊ ഈ അമിതബലം തരുന്നത് നല്ല മകളായതിനു ശേഷം, നല്ല മകനായതിനു ശേഷം. പറയാൻ നേരമില്ല. അടുത്തത് നല്ല അപ്പനാകണം. പിന്നെ ആരാകണം? നല്ല അമ്മയാകണം. ഉത്തരവാദിത്വമുള്ള അപ്പനും അമ്മയുമാകണം. അതിനൊടുവിൽ അമിതബലം തരാം. മക്കളെ നോക്കാത്ത ഒരു പുള്ളി അമിതബലം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എന്നാ ഗുണമുണ്ട്? ദേശം മുഴുവനും നന്നാക്കാൻ നടക്കുക, സഭ മുഴുവനും നന്നാക്കാൻ നടക്കുക. മക്കൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ കൈമലർത്തുക. 85 വർഷങ്ങൾ പുരോഹിതനും ന്യായാധിപനും പ്രവാചകനുമായിരുന്നു ശമൂവേൽ. പുരോഹിതൻ, ന്യായാധിപൻ, പ്രവാചകൻ. 85 കൊല്ലം. പക്ഷേ 85 കൊല്ലം കഴിഞ്ഞ് വൃദ്ധനായി കൈവറയ്ക്കുന്ന നേരമായപ്പോൾ നാട്ടുകാർ വന്ന് പറയുന്നു, നീ ഉത്തമനാണ്, നീ ഉത്തമ ന്യായാധിപൻ, നല്ല പ്രവാചകൻ, വിശ്വസ്ത പുരോഹിതൻ, പക്ഷെ നിന്റെ മക്കൾ നിന്റെ വഴിയിലല്ല. ഭയത്തോടെ ഞാനിത് പറയുന്നത്. 2 ആൺമക്കളുടെ പിതാവ് എന്ന നിലയിൽ ഭയത്തോടാണ് പറയുക. എന്നെക്കാൾ നീളത്തിലും വണ്ണത്തിലും വളർന്ന 2 ആൺമക്കൾ എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയത്തോടെ പറയുന്നു, നമ്മുടെ മക്കൾ നമ്മുടെ വഴിയിലല്ലെങ്കിൽ നാം ഇതുവരെ ചെയ്ത ശുശ്രൂഷ വ്യർത്ഥമായി പോയി. എൻ്റെ അപ്പൻ 70-ലധികം വർഷങ്ങൾ ചുമന്ന പുസ്തകമാണ് എൻ്റെ കയ്യിൽ തന്നത്, അവകാശമായി. പിടിച്ചോണം. ഉപദേശമല്ലാതെ ഒന്നും കയറി പറയരുത് വേദിയിൽ. ബൈസ്കൂളിൽ പോകുന്നൊക്കെ കൊള്ളാം, ഉപദേശം പറയാം. നീ ധൈര്യമുണ്ടെങ്കിലേ പോകാവൂ. ആ വൃദ്ധൻ്റെ 2 കരങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അഭിമാനത്തോട് പറഞ്ഞു, ആയുസുള്ള കാലം മാത്രം, ആയുസുള്ള എല്ലാ കാലങ്ങളിലും വേദപുസ്തകം, പുതിയ നിയമം, പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകനായി ഉപദേശമേ പ്രസംഗിക്കൂ. അനുഗ്രഹിച്ചു വിട്ടു. ആ അപ്പൻ്റെ മകനാണ് ഞാൻ. എനിക്ക് 2 ആൺമക്കളെ ദൈവം തന്നു. അവർ 2 പേരും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അഭിമാനത്തോടെ പറയുന്നത്, നമ്മുടെ തലമുറകൾ കർത്താവിന് പ്രയോജനമാകണം. നല്ല പിതാവാകണം, നല്ല മാതാവാകണം. അടുത്ത തൊഴിലിടങ്ങളിൽ നല്ല ദാസിദാസന്മാരാകണം. കൊടികുത്താൻ വേണ്ടിയല്ല നീ ജോലിക്ക് പോകേണ്ടത്, അവധിയെടുക്കാൻ വേണ്ടിയല്ല ജോലി കിട്ടിയത്. മനസ്സിലായോ? വിശ്വസ്തത പാലിക്കണം തൊഴിലിടങ്ങളിലും. നമ്മോടൊപ്പം ജോലി ചെയ്യുന്നവരുടെ നേരെ ക്രൂരമായ യജമാനനും യജമാനത്തെയുമാകരുത്. അവരെ സ്നേഹിക്കാൻ കഴിയണം. അങ്ങനെ ഒരു നല്ല യജമാനായി, നല്ല യജമാനത്തെ, നല്ല ദാസനായി, നല്ല ദാസിയായി, നല്ല മകളായി, നല്ല മകനായി, നല്ല പിതാവായി, നല്ല മാതാവായി തീരുന്നതിനൊടുവിൽ എന്തോ തരാം? ഈ അമിതബലം എന്തിനാണെന്നറിയാമോ? അമിതബലം പിശാചിനോട് പോരാടാനാണ്, സാത്താനോടും അവൻ്റെ തന്ത്രങ്ങളോട് പോരാടാനാണ്. ഒട്ടനവധി പോരിൻ്റെ ശക്തികളുണ്ട്. തച്ചിന് കുത്തിയിരുന്ന് ചെയ്യുന്ന ചില ദുർമന്ത്രവാദങ്ങളുണ്ട്. ആവാഹിച്ചു വിടുന്ന ചില പോരുകളുണ്ട്. കണ്ടോ? ചില സങ്കല്പ ശക്തികൾ. മുച്ചൂട് നീ മുടിഞ്ഞു കാണണം, പരിച്ഛേദം നീ ഇല്ലാതെയായി കാണണം, ഒന്നുമില്ലാത്തവനായി ഒന്നുമില്ലാത്തവളായി നീ അലഞ്ഞു ഉഴന്ന് വലഞ്ഞു നടക്കണം. അത് കാണാൻ ആഗ്രഹിക്കുന്നവർ ചെയ്തു കൂട്ടുന്ന ചില പോരുകളുണ്ട്. പേടിപ്പിക്കുകയല്ല, പക്ഷെ അമിതബലം പ്രാപിച്ചു കഴിഞ്ഞാൽ ഈ ശക്തിയെ നീ ചോൽപ്പടിക്ക് നിർത്തും. യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അത് ഇറങ്ങുക തന്നെ ചെയ്യും. ആരെയും നീ വാടകയ്ക്കെടുക്കേണ്ടതില്ല. ഈ അമിതബലം നമ്മിൽ വ്യാപരിച്ചാൽ മതി. ആത്മശക്തിയോടെ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഈ അമിതബലം? എക്സലൻസി പവർ ക്രിസ്തുവിനെ പോലെ ജീവിക്കാനാണെങ്കിൽ ദ മൈറ്റി പവർ ദുഷ്ടശക്തിയോട് ചെറുത്ത് നിന്ന് വിജയം നേടാനുള്ളതാണ്. പോരാട്ടത്തിലെ വിജയം. മനസ്സിലായോ? പിശാചിന്റെ പേരൊക്കെ കേൾക്കുമ്പോൾ, കെട്ട ബന്ധനം, ആഭിചാരം എന്നൊക്കെ കേൾക്കുമ്പോൾ മുട്ടു തമ്മി കൂട്ടായ്മയായി പോകരുത്. ആ അഭിഷേകത്തോടെ നിന്ന് ചെറുക്കണം അതിനെ. പ്രൈസ് ദി ലോർഡ്. എത്ര വലിയ കുടിയിരിപ്പാണെങ്കിലും പിശാച് പറയുന്നത്, നീ പ്രവർത്തിക്കുന്ന മണ്ണ് എൻ്റെ മണ്ണാണെന്നാ. നിന്റെ കൂടെയുള്ള ചില കുടുംബങ്ങളുണ്ടല്ലോ, എൻ്റെ കുടുംബങ്ങളാണെന്നാ. മനസ്സിലായോ? നീ ചവിട്ടി നിൽക്കുന്നിടം എൻ്റേതാണെന്നാ പറയുന്നത്. അമിതബലം പ്രാപിച്ച ദൈവ പൈതൽ പറയണം, യേശുവിൻ്റെ നാമത്തിൽ ആട്ടങ്ങ പിശാചേ
പടിയിറങ്ങി നീ ദേശത്ത് നിന്ന്. നിന്നെ ഇവിടുന്ന് കുടി ഇറക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സ്ഥലം മാറ്റത്തിൽ എന്നെ ഇങ്ങോട്ട് വിട്ടത് നിന്റെ നേരെ പ്രയോഗിക്കാനാണ്. നിന്നെ ഇവിടുന്ന് പടിയടച്ച് അപ്പുറത്തേക്ക് പായിച്ച് വിടേണ്ടതിന് വേണ്ടിയാ ഇവിടെ എനിക്ക് ചെയ്തെടുക്കാൻ ചിലതുണ്ട് എന്ന അഭിമാനത്തോടെ പറയാൻ പറ്റണം. ഞാൻ പറയാം, വാടകയ്ക്കെടുക്കുന്ന പരിപാടി നിർത്ത്. കൺവെൻഷൻ ഈ കാർപ്പറ്റ് വാടകയ്ക്കെടുത്തത്, ഈ പന്തൽ വാടകയ്ക്കെടുത്തത്, ഈ കറങ്ങുന്ന പങ്ക വാടകയ്ക്കെടുത്തത്, ഈ മൈക്ക് സെറ്റും അതിന്റെ സംവിധാനങ്ങളും വാടകയ്ക്കെടുത്തത്. പിശാചിനെ ഓടിക്കാൻ വാടകയ്ക്കെടുക്കുന്ന ഇടപാട് നിർത്തിയിട്ട് അമിതബലം പ്രാപിച്ച് നീ തന്റെ ഇടത്തോടെ നിൽക്ക്. യേശുവിന്റെ നാമത്തിനെന്ന് പറഞ്ഞ് തന്റെ ഇടത്തോടെ നിൽക്ക്. അതാണ് പെന്തക്കോസ്ത്, അതാണ് ദൈവസഭ. അപ്പൊ രണ്ട് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. മൂന്നാമത്തെ ഏതാണെന്നറിയാമോ? ദ പവർ. അപ്പൊ ഒന്നാമത്തേത് ദ എക്സലൻസി പവർ, രണ്ടാമത്തേത് മൈറ്റി പവർ, മൂന്നാമത്തേത് ദ പവർ. അതെവിടെയാ? അപ്പോസ്തലപ്രവൃത്തി 1:8. വിശദീകരണമില്ലാതെ പറയാം. എന്തിനാ ദ പവർ? സുവിശേഷം അറിയിക്കാനാ. സ്വതന്ത്രം പറഞ്ഞില്ലല്ലോ ആരും. എന്തോ ചെയ്യാനാ ദ പവർ? സുവിശേഷം അറിയിക്കാൻ. എവിടെ? യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും സുവിശേഷം അറിയിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്തോ ലഭിക്കപ്പെടുമെന്ന ശക്തി. അവിടെ വിശേഷണമൊന്നുമില്ലാതെ പറയുന്നു ദ പവർ. കവലകളിൽ, ഇടവഴികളിൽ, പരിപാടികളിൽ, പട്ടണ പ്രാന്തങ്ങളിൽ, ഗ്രാമവീഥികളിൽ, നാൽക്കവലകളിൽ, മുക്കവലകളിൽ നിന്നുകൊണ്ട് യേശു മാത്രം രക്ഷകൻ, യേശു മാത്രം ദൈവം, യേശു മാത്രം കർത്താവ്, യേശു മാത്രം ഏക അവതാരം, യേശു മാത്രം ഏക മധ്യസ്ഥൻ, യേശു മാത്രം ഏക ആരാധ്യൻ, യേശു മാത്രം ഏക ന്യായാധിപൻ എന്ന് വിളിച്ചു പറയാൻ ഹൈസ്കൂളിൽ പഠിച്ചില്ലെങ്കിലും വേണ്ടിയല്ല. ഈ ആത്മീയ വിഷയം തൻ്റെ ഇടത്തോടെ പറയണം. ആരെങ്കിലുമൊക്കെ ഓടിക്കും, അന്നേരം ഓടിയേക്കണം, അടുത്ത സ്ഥലത്ത് എന്ന് പറയണം. അവിടുന്ന് ഓടിച്ചാൽ അടുത്ത സ്ഥലത്തോട്ട് പോകണം. സഹോദരിമാരോട് ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങൾ ഈ സഹോദരന്മാർ ചെന്ന് മൈക്ക് സെറ്റും ഒക്കെ ആയിട്ട് വരുവീൻ ഈ നല്ല സമയം എന്ന് പാടി യോഗം തുടങ്ങുമ്പോഴേ ഞങ്ങളെ ഓടിക്കാൻ കുറേ ആളുകളുണ്ടാവും. പക്ഷെ നിങ്ങൾ ഇറങ്ങണം കരുത്തോടെ. 4 ചുരിദാർ അവിടെ ഒന്ന് പാടുന്നെന്ന് പറഞ്ഞാൽ കൗതുകത്തോടെ കേട്ടോണ്ട് നിൽക്കാൻ ആളുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? പെട്ടെന്ന് നിങ്ങൾ ഓടിക്കൊന്നുമില്ലെന്ന്. നമ്മൾ ഈ അവസരോചിതമായ കാര്യങ്ങൾ ചെയ്ത് സുവിശേഷം വല്ല വിധേന എത്തിക്കണം. നമുക്ക് ആകെ ഇഷ്ടം കാത്തിരിപ്പിയോഗോ ഉപവാസ പ്രാർത്ഥനയാണ്. കവലയിൽ ഈ പാട്ടുമൊക്കെ പാടിക്കൊണ്ട് നിങ്ങൾ 10 പേര് ഇറങ്ങുക. നിങ്ങളുടെ തൊട്ട് പറയാൻ ഞങ്ങളുണ്ടെന്ന് മനസ്സിലായി. പാട്ട് കഴിയുമ്പോൾ പുറകോട്ട് നോക്കിയെന്ന് കണ്ണ് കാണിച്ചാൽ മതി. ഞങ്ങൾ രംഗത്തോട്ട് വന്ന് വചനം പറയാം. അവർ കെട്ടുമ്പോൾ എല്ലാം കൂടെ ഒപ്പിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത കവല ചെല്ലാം. അപ്പോൾ ആദ്യം ഇവരെ നിർത്തണം. മനസ്സിലാകുന്നുണ്ടോ? എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ